വെൽക്കം ടു OSP. മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആകാശ് ഷാജി. ഞാൻ അഖിൽ ടൈറ്റസ്. അതെ, അപ്പൊ അങ്ങനെ നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക് 100 200 1000 ഞങ്ങൾ 100 പോലെ തോന്നേണ്ടത്. ഞങ്ങൾ അത്ര എക്സ്പീരിയൻസ് അങ്ങനെ പറയല്ലേ, നമ്മൾ മിതത്വം, നമ്മൾ അന്ന് പറഞ്ഞ മിതത്വം താഴത്തേക്ക് ഞങ്ങളപ്പോ ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് അറിയാമോ എന്തിനേയും പറ്റി സംസാരിക്കും. എനർജി അത് കിട്ടും. ഭൂമിയുടെ താഴെയുള്ള എന്തിനെ കുറിച്ച്, അറിയാനാണെങ്കിൽ അറിയുന്നതാണെങ്കിൽ അറിയാത്തതാണെങ്കിലും സംസാരിക്കും. എല്ലാം അറിയാമെന്നൊന്നും ഒരിക്കലും നമ്മൾ വാദിക്കുന്നില്ല. ഇല്ല, എല്ലാത്തിനും പറ്റുന്ന അതെ, മനുഷ്യന്മാരല്ലേ, തെറ്റുകൾ സംഭവിക്കും. എല്ലാ കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. അതെ, ഇത് യൂണിഫോം അല്ല കേട്ടോ. ഈ സാധനം ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞാനാണ് ആദ്യം മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവന് ഞാൻ ആ കടയിൽ കൊണ്ടുപോയി നാട്ടിൽ ചെന്നപ്പോ ആ കടയിലുള്ള എല്ലാ സാധനവും മേടിച്ചു. ഇതിന് ബാക്കി വേറെ സാധനം ഉണ്ട്. ഞാൻ ഈ കംഫർട്ട് ഇനി ഇറങ്ങി ആ സാധനം തന്നെ എന്റെ ബാക്കിലുള്ളത്. സെയിം സാധനമാണ്. അങ്ങനെ വെറൈറ്റി എല്ലാം മറ്റേ ലുലുവിനകത്തുള്ള മറ്റേ കടയാണ്. അടിപൊളി കട. അവര് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ അവര് പേരൊക്കെ പറയാം. അതെ അതെ, നമുക്ക് ഇനി സ്പോൺസേഴ്സ് ഒക്കെ കുറച്ച് കഴിയുമ്പോ കാശൊക്കെ കിട്ടുമായിരിക്കും. ശരിക്കും കിട്ടുമോ അറിയില്ല. പറയണൊക്കെ ജോറോഗറൊക്കെ ക്യാഷ് മേടിക്കണമെന്ന് പറയുന്നുണ്ട്. മില്യൺസ് ഒക്കെ ഉണ്ടാക്കുന്ന പറയുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഞങ്ങളുടെ പ്രൊഡ്യൂസർ പറഞ്ഞായിരുന്നു. ഞങ്ങളുടെ പ്രൊഡ്യൂസർ ക്യാമറ പ്രൊഡ്യൂസർ പറഞ്ഞു കുറെ കാശൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയില്ല, എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇത് നമ്മുടെ പാഷൻ. പാഷനാണ്, അതിന് കുഴപ്പമില്ല. പക്ഷെ ആ പാഷനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് വന്നിരിക്കുന്നതിനൊരു കാരണമുണ്ട് അല്ലേ. നമ്മൾ എവിടെ നാട്ടിൽ നിന്നാണ് ഇങ്ങടേക്ക് വന്നത്. അപ്പൊ ഇങ്ങടേക്ക് എത്തുമ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വരുന്ന ഹൈലൈറ്റ് ആയിട്ടുള്ള ന്യൂസാണ് ഇമിഗ്രേഷൻ. ഓ യെസ്, ഇമിഗ്രേഷൻ ഇസ് ലൈക്ക് വൺ ഓഫ് ദ മേജർ ന്യൂസ്. ലൈക്ക് ഇപ്പം നാട്ടിൽ നിന്ന് ഇങ്ങനെ വെമ്പി +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഇപ്പം ഐ മീൻ കുറെ കുട്ടികളുണ്ട്. അവർക്കൊന്നും അല്ല, പെണ്ണുങ്ങളും അല്ലെങ്കിൽ രണ്ടും ഞാൻ പറയുന്നത് വിട്ടിട്ട് ഞാൻ കുട്ടികളെ നാക്കി വെട്ടിയതാ. അവർക്കൊക്കെ ലൈക്ക് അവർക്കൊക്കെ അറിയേണ്ട ഒരു ടോപ്പിക്കാ. കാര്യം ഇപ്പൊ നമ്മുടെ ഇവിടെ നടക്കുന്ന കുറെ ഇമിഗ്രേഷൻ നടപ്പുണ്ട്, റിവേഴ്സ് ഇമിഗ്രേഷൻ നടപ്പുണ്ട്, കുറേ അധികം. അമേരിക്കയിൽ നിന്ന് ഡിപ്പോർട്ടേഷൻ നടപ്പുണ്ട്. ചവിട്ടി പുറത്താക്കിയല്ലേ ഇവിടെ നിൽക്കണ്ടെന്ന് പറയണത്. അതെ, പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോ ഇവിടെയും ഇപ്പൊ ഇമിഗ്രേഷൻ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ വന്ന ടൈമിലുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതി അല്ലായിരുന്നു ഞങ്ങളുടെ വന്നപ്പോ ഉള്ള രീതി, അതല്ല ഇപ്പൊ ഉള്ള രീതി. അതെ, എല്ലാം മാറിക്കൊണ്ടിരിക്കും, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒരു ചില ടൈമിൽ പറഞ്ഞ് നിങ്ങൾ കയറാന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി കയറാൻ ഇല്ലാന്ന് പറയും. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഇലുമിനാറ്റിയുടെ കളി. പറയണ്ട പോലും. ഇതിന്റെ ഒക്കെ ബേസിക് നിയമം എന്താണെന്നറിയോ, ഒരു രാജ്യത്തിന് അവർക്ക് അവരുടെ സമ്പദ് വ്യവസ്ഥ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് കുറച്ച് പൈസ വേണമെങ്കിൽ അവന്മാർ ഓൺ ദ സ്പോട്ട് ഇമിഗ്രേഷൻ ഓണാക്കും. എന്നിട്ട് കുറെ കാശ് കിട്ടിക്കഴിഞ്ഞ് പിള്ളേരുടെ മാക്സിമം മുതലെടുത്ത് കഴിഞ്ഞിട്ട് ഓൺ ദ സ്പോട്ട് ക്ലോസ് ചെയ്യും. എന്നിട്ട് ആ പൈസ വെച്ചിട്ട് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഓപ്പൺ ആക്കും. ഇത് തന്നെയാണ് റിപ്പീറ്റ് അടിച്ചു. അതെ, അവര് എപ്പോഴും അങ്ങനെ. അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ പോയിന്റ് സിസ്റ്റം വർക്ക് ചെയ്യണത്. ചില ടൈമില് എങ്ങും ആർക്കും മീറ്റ് ചെയ്യാൻ പറ്റാത്ത പോയിന്റിൽ അവർ എത്തിക്കും. നിങ്ങൾക്ക് 600 സ്കോർ വേണം, 550 വേണം. അതിന്റെ ഇടയിൽ നീ പറഞ്ഞ നേരത്തെ പറഞ്ഞ 75 സ്കോർ മതി. ഒരു ടൈമിൽ വൺ ടൈം വിളിച്ച് അത് പോലെ ആ സമയത്ത് ജനിച്ചാൽ മതി. ജനിച്ച ആ ഒരു പ്രായം എത്തിയിട്ടുണ്ടെങ്കിൽ പ്രായത്തിന് പിന്നെ ഇവിടെ വന്ന് താമസിക്കുന്നതിന് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് 75 പൊക്കത്തുണ്ട്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. എനിക്ക് ഓർമ്മയുണ്ടായിട്ട് ഇത് വന്നപ്പോ തന്നെ എല്ലാരും പറഞ്ഞു എനിക്ക് അപ്ലൈ ചെയ്യണം. കുറെ പേര് ഞങ്ങള് വന്ന ടൈമില് വേറെ 2000 ടൈമിൽ നമ്മൾ ചെയ്യുമ്പോ വേറെ കൂടുതൽ പരിപാടികളൊന്നുമില്ല. നമ്മള് നാട്ടിൽ നിന്ന് ഒരു ഏജൻസി പോകുന്നു. ഏജൻസി എന്തെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ തന്നാൽ 2011 അപ്പൊ ഒരു കോഴ്സ് ഞങ്ങൾക്ക് എടുത്തതാ. അപ്പൊ അന്ന് നമ്മൾ ആലോചിക്കണം, നമുക്ക് ബിസിനസ് പറ്റിയൊരു കോഴ്സ് എടുത്ത് അവരൊരു കോഴ്സ് എടുത്തു തരും. അവര് പറയും നാഗ്ര കോളേജാണ് ബെസ്റ്റ്, അവിടെ പോയിക്കും. നമുക്കറിയില്ലല്ലോ, നമ്മള് സെർച്ചിങ് ഒന്നുമില്ല. ഇവർക്ക് ഏറ്റവും കൂടുതൽ കാശൊന്നും കിട്ടിയത് ഇവിടെ നമ്മൾ അറിയണില്ല. അപ്പൊ അതിന് കയറി നമ്മളിങ്ങോട്ട് പോരും. അതിനെ അപ്ലൈ ചെയ്യേണ്ട പ്രോസസ് എന്ന് പറയുന്നത് നമ്മളൊരു ഇതേപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കോളേജിന്റെ ഈ പേപ്പർ മതി, പിന്നെ നാട്ടിൽ കാശ് കാണിച്ചാൽ മതി. അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ലല്ലോ ഇപ്പൊ.
നാട്ടില് കാശ് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടുത്തെ അക്കൗണ്ടിൽ നമ്മൾ കാശ് ഇട്ടുണ്ട്. ഇപ്പൊ നാട്ടിൽ കാശ് കാണിക്കണം, ഈ മറ്റേ ടാക്സ് അക്കൗണ്ടിന്റെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് പേപ്പർ കാണിക്കണം. അത് കൂടാണ്ട് ഇവിടെ ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. കാരണം ജീവിത ചെലവിന് വേണ്ടിയിട്ട് ഈ കുട്ടിക്ക് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിയമങ്ങൾ മാക്സിമം കാശ് വലിച്ചെടുക്കാം. ആ സാധനം നേരെ ഞാൻ വരുമ്പോ ഇല്ല. അവിടെ നാട്ടിൽ കാശ് കാണിച്ചാൽ മതി, നാട്ടിലെ അക്കൗണ്ടിൽ കാശ് ഉണ്ടെന്ന്. ഇവിടെ അക്കൗണ്ടിൽ കാശ് ഇടുക അങ്ങനെ ഒന്നും വേണ്ട. നേരെ അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ നേരെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, കോളേജിന്റെ എല്ലാം അപ്രൂവ് ആവുന്നു, കോളേജിന്റെ ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് അടക്കുന്നു, അതിന്റെ റെസിപ്റ്റും വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നു. പിന്നെ ബാക്കിയുണ്ടെങ്കിൽ സാധനം കിട്ടും. ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടണ്ടായിരുന്നു. ഈ ഒരു 2011 കാലഘട്ടത്തിലൊക്കെ എങ്ങനെ ലൈക്ക് ഒരു എത്ര ശതമാനം ചാൻസ് ഉണ്ടായിരുന്നു വരാൻ വേണ്ടിട്ടൊക്കെ? അന്ന് ചാൻസ് വിസ അപ്ലൈ ചെയ്ത റിജക്ഷൻ ഒക്കെ കൂടുതലുണ്ടായിരുന്നോ? ഇല്ല. ഈ ഓസ്ട്രേലിയയിലേക്ക് കുറെ പേര് പോയിക്കൊണ്ടിരുന്നേ. കാനഡ ഫേമസ് അല്ലായിരുന്നു? കാനഡ ഫേമസ് അല്ല, അധികം പേര് പോണില്ല. പക്ഷെ ഞങ്ങളുടെ 2012 ടൈമില് ബാംഗ്ലൂർ ആയിരുന്നു ഫേമസ്. ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂർ പഠിക്കാനായിരുന്നു എല്ലാവർക്കും താല്പര്യം. അപ്പൊ പിന്നെ ഇങ്ങാടേക്ക് വന്നത് ഇവിടേക്ക് വന്നത് കൂടുതൽ ഈ നേഴ്സിംഗ് പഠിച്ച ആളുകള്. കടിച്ചു കഴിഞ്ഞ് നേഴ്സിംഗ് അവിടെ ജോലി കിട്ടും, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. ആ നാട്ടിലെ നേഴ്സുമാർക്ക് ആ ടൈമിൽ എന്താ 15,000 രൂപ സാലറി കിട്ടുന്നു. 25,000 കിട്ടുന്നു അറിയാൻ പാടില്ല. അപ്പൊ അവർക്ക് എങ്ങനെ ഇങ്ങോട്ട് കയറി വന്നാലും ഏറ്റവും മിനിമം ചെയ്തൊരു കാശ് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ കുറെ പേര് കയറി വരുമായിരുന്നു. അല്ലാണ്ട് ഈ +2 കഴിഞ്ഞിട്ടുള്ള ആ സിസ്റ്റം അധികം ഉണ്ടായില്ല. ഇല്ല, അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 2017-18 കാലഘട്ടം. ഞാൻ വന്നൊരു സമയം ഉണ്ടല്ലോ, അപ്പോഴത്തെ ട്രെൻഡ് അതായിരുന്നു. ലൈക്ക് ബാംഗ്ലൂരും ഇന്ത്യ ഒന്നും ഇല്ല, കാനഡ അല്ലെങ്കിൽ UK, ഇതായിരുന്നു ട്രെൻഡ്. അതെ, ഞങ്ങളുടെ വരുമ്പോ നേരെ എന്റെ ആ ഒറ്റ ഇതിൽ വന്നതിൽ ഞാൻ മാത്രമേ ഉള്ളൂ +2 കഴിഞ്ഞു വന്നത്. ബാക്കി എല്ലാരും നേഴ്സിംഗും അതും ഇതൊക്കെ കഴിഞ്ഞ് എല്ലാരും ഒരു 26-27 വയസ്സുണ്ട്. ഞാൻ 19 ആയിട്ടില്ല. നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങട്ടെ. ലൈക്ക് ഈ ഒരു കാനഡ എന്നുള്ള ഒരു ചിന്ത എങ്ങനെയാ വന്നേ? കാനഡ എന്ന് പറഞ്ഞത് ഇപ്പൊ ഞാൻ ആദ്യം ഓസ്ട്രേലിയ പോകാനാ നോക്കിയത്. ഓസ്ട്രേലിയയുടെ ഇങ്ങനെ വർക്കൗട്ട് ആതെ വന്നപ്പോ ജിത്തു, അയ്യോ പേര് ആ കുഴപ്പമില്ല, ജിത്തു അല്ലേ. അപ്പൊ പറഞ്ഞ കാനഡക്ക് പോവാം, എന്നാ കാനഡക്ക് പോവാം. അപ്പഴടുത്ത് പോയി പറഞ്ഞു കാനഡക്ക് പോവാം. അപ്പൊ പിന്നെ കുറെ ഏജൻസി പോയി. അപ്പൊ കാനഡ പിന്നെ കുറച്ചുകൂടി എളുപ്പമാണ്, ഇന്റർവ്യൂ ഇല്ല കാനഡയ്ക്ക്. ഓസ്ട്രേലിയക്ക് ഇന്റർവ്യൂ ഉണ്ട്. ഓസ്ട്രേലിയയുടെ മറ്റേ ഇന്റർവ്യൂ ആരാണ്ട് വിളിച്ചിട്ട് വരെ ചോദിച്ച കഥ. ആ സാധനം ഇന്റർവ്യൂ ഇല്ല, നേരെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, അവർ റിവ്യൂ ചെയ്യുന്നു, എല്ലാം ഓക്കെ ആണെങ്കിൽ കിട്ടും. അപ്പൊ അതൊക്കെ എളുപ്പമുള്ള പോകാലോ. ഇതെന്താ ആർക്കും പോയി ബുദ്ധി നേരത്തെ തോന്നുന്നത്. ഇത് ആദ്യമായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും നാട് വിട്ടാ മതി എന്നുള്ള സെറ്റപ്പ് ആണല്ലോ. പിന്നെ അന്ന് കാനഡ എന്നൊരു ഇവിടെ വരുമ്പോഴാണ് നമ്മൾ അറിയണത് വേറെ സ്ഥലമൊന്നും. പക്ഷെ അന്ന് ആ മൈൻഡില് നമ്മളിങ്ങാട് പോരാണ്. അവിടെ നാട്ടില് വേറെ പ്രോസസ് ഒന്നുമില്ല, നമ്മള് കാശ് കൊടുക്കുന്നു, പിന്നെ സാധനങ്ങൾ പെട്ടി. പെട്ടെന്ന് വിസ വന്ന് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞപ്പോ ഞാൻ പോന്നു. വിസ കിട്ടി. കാര്യം വിസ വരാൻ വൈകി. ആദ്യം എനിക്കൊരു വിസ വന്നിട്ട് വിസയുടെ ആപ്ലിക്കേഷൻ റിജക്ഷൻ ആയി. കാരണം റിജക്ഷൻ ആപ്ലിക്കേഷനിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ രണ്ടാമത് ആ എറർ കറക്റ്റ് ചെയ്ത് രണ്ടാമത് അപ്ലൈ ചെയ്ത് അത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് വന്നു. ആദ്യം കിട്ടാപ്പോ ഞാൻ വെച്ചു ഇതിലും കിട്ടിയില്ലല്ലോ, വെട്ടുപോയി. ഞാൻ വേറൊരു സാധനം അറിയാം, എനിക്ക് എല്ലാം മൂന്നാമത്തെ റെഡി ആവുള്ളൂ. ഫസ്റ്റത്തെ ഓസ്ട്രേലിയ പോയി, രണ്ടാമത്തെ കാനഡ പോയി. അപ്പൊ അമ്മ പറഞ്ഞു കുഴപ്പമില്ല, മൂന്നാമത്തെ ഓക്കെ ഇരിക്കും. അതിന് നേരെ മൂന്നാമത്തത് അപ്ലൈ ചെയ്ത് എനിക്ക് പിന്നെ പേടിയില്ല, കിട്ടുമല്ലോ. മൂന്നാമത്തെ സാധനം കിട്ടി. സാധനം കിട്ടി ഒരാഴ്ച കഴിഞ്ഞ് ചറ സാധനങ്ങൾ മേടിക്കേ ഓടി നടന്നു. 2 പെട്ടി നടക്കണമല്ലോ, 2 സൂട്ട്. വുഡ്ലാൻഡ് ഷൂസിന്റെ കളികളാണ്. വുഡ്ലാൻഡ് ഇവിടം വരെയുള്ള ഷൂസ്, പിന്നെ വേറെ ബൂട്ട്. കാര്യം പറയണത് വിന്റർ ആണ്, വുഡ്ലാൻഡ് ഷൂസേ മേടിക്കാൻ പാടുള്ളൂ എന്ന് ഇമിഗ്രേഷൻ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വേണം, സൺഗ്ലാസ് വേണം, അവരൊരു ലിസ്റ്റ് തരും. അവരതൊക്കെ വെച്ചേ മേടിക്കാൻ പറ്റുള്ളൂ. ഈ ലിസ്റ്റ് തന്നെ അവര് എനിക്ക് തോന്നുന്നു എറണാകുളം വിട്ട് പുറത്തു ഇവരാണ് ലിസ്റ്റ് ചെയ്യുന്നത്. പണ്ട് നമ്മള് സാധനം ഒറ്റടിക്ക് റൈമണ്ടിലൊക്കെ പോയിട്ട് സൂട്ടൊക്കെ മേടിക്കുന്നത് മനസ്സിലാവുള്ള ഇതിനാണ്. എന്റെ ആ സമയത്ത് വന്ന സമയത്തുണ്ടല്ലോ, ലൈക്ക് ഈ കുറെ വാട്സാപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ലിസ്റ്റുകൾ കാണും. ലൈക്ക് കുക്കർ 5 ലിറ്റർ, ലൈക്ക് പാൻ, ലൈക്ക് മുട്ട വറക്കാനായിട്ട് ഒരെണ്ണം, ലൈക്ക് കറി വെക്കാനായിട്ട് ഒരെണ്ണം, അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. ലൈക്ക് അതെല്ലാം വാങ്ങിക്കും. അതുകൂടാണ്ട് മറ്റേ ഡെക്കാത്തലോൺ ആ സമയത്തെ ഫേമസ് ആയിരുന്നു. അവിടെ പോയിട്ട് മറ്റേ 45 ഡിഗ്രി സെൽഷ്യസ് -45 പറ്റുന്ന ജാക്കറ്റ്, പിന്നെ മറ്റേ തെർമൽ
തെർമല്, മറ്റേ ഗ്ലൗസ്, അതുകൊണ്ടൊക്കെ വല്ല പ്രയോജനം ഉണ്ടോ? ഒരു പ്രയോജനമില്ല. അതെല്ലാം വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വരും. ഈ പറഞ്ഞ വുഡ്ലാൻഡിന്റെ ഷൂസ് ഇതെല്ലാം ഞാനും വാങ്ങിച്ചായിരുന്നു. ഫസ്റ്റ് വുഡ്ലാൻഡ് ഷൂസ് അറിയില്ലല്ലോ. ഇവിടെ വരുമ്പോ സ്നോയിൽ വർക്ക് ഒരു വർക്കിന് പോലും വിടും, അത് വീണിട്ടുണ്ട്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് അന്ന് ഈ ഫേസ്ബുക്ക് ഒന്നുമില്ല. നമ്മള് ഫേസ്ബുക്കിൽ നമ്മള് സെർച്ച് ചെയ്യും പീപ്പിൾ കാനഡ എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുമ്പോഴാണ് കുറച്ച് പേരെ കാണുന്നത്. അങ്ങനെ റിക്വസ്റ്റ് കൊടുത്തിട്ട് അവരുടെ സംസാരിക്കാൻ അവർ പറയും അവരും വന്നിട്ടുണ്ടാവുള്ളൂ ചിലപ്പോ അടുത്തൊക്കെ. അല്ലെങ്കിൽ ഒരു വർഷം ഇറക്കന്മാർ പറയും ഒരു കുഴപ്പമുള്ള സീനൊന്നുമില്ല, നീ കയറിപ്പോരി, ഇവിടെ ഒന്നേ വിളിച്ചമ്മ കൊടുക്കില്ല. ഇതാണ് എല്ലാവരുടെയും സെറ്റപ്പ്. അത് നേരെ ആ സിസ്റ്റം അല്ല എനിക്ക് തോന്നുന്നു. ഞാൻ വരുമ്പോ കുറച്ചും കൂടി സ്മൂത്ത് ആയിരുന്നു കമ്പാരിറ്റീവ്ലി. നമുക്ക് നാട്ടിൽ ഫണ്ട് കാണിച്ചാൽ ആപ്ലിക്കേഷൻ ഒരു ഇന്റർവ്യൂ എടുത്ത് ഏകദേശം എല്ലാവർക്കും കൊടുക്കണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞൊരു 3-4 വർഷം കഴിഞ്ഞപ്പോഴാണ് GIC സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. കാര്യം അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് നാട്ടില് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവൂല, എന്നാ +2 കഴിഞ്ഞിട്ട് കാനഡയിൽ പോയി പഠിക്കാം. കാനഡയുടെ കുറച്ച് ഇമിഗ്രേഷൻ കമ്പനികൾ തന്നെ കുറച്ച് ഫേമസ് ആക്കി കാനഡനെ. എന്നിട്ട് നിങ്ങളുടെ ഇതിലേക്ക് വരുമ്പോ GIC 3-4 വർഷം കഴിയുമ്പോഴാണ് ഈ GIC സെറ്റപ്പ് പോകുന്നത്. GIC സെറ്റപ്പ് വന്നപ്പോ ഒരു കുറച്ചും കൂടി പേപ്പർ എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ കൺട്രികളെ പോലെ ലീനിയന്റ് ആയിരുന്നു. ബട്ട് ഇവിടെ കാശ് കാണിച്ചാൽ മതി. ഇവിടെ കാണിക്കണം. അത് ഞാൻ ഓർക്കുന്നുണ്ട്, $10,000 ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. അതൊക്കെ വല്ലതും അറിയാവോ? ലൈക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്ത മറ്റേ ബാങ്ക് ഓഫ് നോവ സ്കോഷ്യ, ഇങ്ങനൊക്കെ ബാങ്ക് ഉണ്ടോ എന്ന് പോലും അറിയാൻ പാടില്ല. നോവസ്കോഷ്യ നമ്മുടെ അവിടെ നോവസ്കോഷ്യ എന്നല്ല പറഞ്ഞത്, നോവസ്കോട്ടിയ ബാങ്ക്. അത് എന്തൊരു സാധനമാണ്. ഇവിടെ വരുമ്പോ നമ്മളോ തന്നെയല്ലേ പറഞ്ഞ സ്കോട്ടിയ ബാങ്ക്. അറിയത്ത് പോലുമില്ല. ലൈക്ക് ചുമ്മാ ഒരു കണക്കിനങ്ങ് പോയി സ്റ്റാർട്ട് ചെയ്ത് അത് തുടങ്ങുന്ന പ്രോപ്പർ ബാങ്ക് അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. നമ്മൾ നാട്ടിൽ ഇരിക്കുന്ന നോക്കുമ്പോഴത്തേക്ക് ചുമ്മാ ജസ്റ്റ് ഒരു പേപ്പറിലുണ്ട്, അതിനകത്തോട്ട് നമ്മൾ ക്യാഷ് ഇട്ടിട്ടുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസത്തിന്റെ പൊക്കത്തേക്ക് കയറി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ $10,000 ഞങ്ങൾ ഇട്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ മാറ്റി ഇപ്പൊ എത്രയാന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ കൂട്ടി എന്നുള്ള കാര്യം എനിക്കറിയാം. നമ്മളെപ്പോഴും വന്നു കഴിയുമ്പോൾ നമ്മളെപ്പോഴും കാനഡയിൽ സ്റ്റുഡന്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടല്ലോ നമ്മള്. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് കടമ്പയാണ് വർക്ക് പെർമിറ്റ്. അത് പഠിച്ച് പാസ്സാവണം. പഠിച്ച് പാസ്സായി എല്ലാരും കഴിഞ്ഞ് കഴിയുമ്പോ അത് കിട്ടാനും എളുപ്പമാണ്. പക്ഷെ നമുക്ക് ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 3 മാസത്തിൽ കിട്ടും തോന്നുന്നു അല്ലേ? എനിക്ക് എന്റെ ആ ടൈമിലൊക്കെ ഒരു 3 മാസം ഓർന്നു. 3 മാസം ഞാൻ അങ്ങനത്തെ വർക്ക് പെർമിറ്റ് ഇരുന്ന് 3 പ്രാവശ്യം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ. 3 വട്ടം വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തോ? ആദ്യം നമ്മൾ 2 കൊല്ലം പഠിക്കാൻ വന്ന 3 വർഷം കിട്ടും ഇവിടെ വർക്ക് പെർമിറ്റ്. 4 കൊല്ലത്തിന്റെ പഠിക്കാൻ വന്നേ? 4 വർഷത്തെ 3 വർഷം ഇറക്കി. 4 കൊല്ലം പഠിക്കാൻ വന്ന സാധനം ഞാനിത് 3 വർഷത്തെ കോപ്പുള്ള ഒരു കോഴ്സ് എടുത്ത്, ഡിഗ്രി പോലത്തെ ഒരു കോഴ്സ്, കോപ്പില്ലാത്ത ഡിഗ്രി എടുത്ത്. അപ്പൊ ആ സാധനം അത് പഠിച്ചു കഴിഞ്ഞപ്പോ 3 വർഷത്തെ വർക്ക് പെർമിറ്റ് കിട്ടി. അപ്പൊ 1 വർഷം നമ്മൾ ഉണ്ടായിരുന്നോല് അത് കഴിഞ്ഞിട്ട് നിന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടി അവിടെ സെറ്റ് ആവും. PR അവിടെ കിട്ടാൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഒമാറങ്ങളുടെ അവിടെ പുള്ളിക്കാരൻ അങ്ങനത്തെ സെറ്റ് ചെയ്യാം. പക്ഷെ അവിടെ LMA കിട്ടാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു ആ ടൈമില്. ഇപ്പോഴും ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു, പക്ഷെ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് നേരെ നമ്മളെ അത് കഴിഞ്ഞപ്പോ ഞാൻ നമ്മുടെ ഇവിടെ നോസ്കോഷ് നമ്മുടെ കൂട്ടുകാരൻ അവൻ പറഞ്ഞു ഇവിടെ വെറുതെ കൊടുക്കണ്ടേ PR ഇങ്ങോട്ട് പോരി നോസ്കോഷിക്ക്. സത്യാട്ടോ നോസ്കോഷിക്ക് ഇവിടെ ഒരു 6 മാസം വർക്ക് ചെയ്ത സാധനം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് നേരെ കാറിൽ എല്ലാ സാധനം അടിച്ച് കയറ്റിട്ടിട്ട് നേരെ അങ്ങോട്ട് അവൻ പറഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. എന്റെ ഇമിഗ്രേഷൻ ഞാൻ പറയട്ടെ. അതായത് ഞാൻ മെക്കാനിക്കൽ കഴിഞ്ഞ് നാട്ടില്, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പണിക്ക് പോകണമല്ലോ, വീട്ടിൽ ഇത്രയും പൈസ ഒക്കെ കൊടുത്ത് പഠിപ്പിച്ചല്ലേ, എന്തെങ്കിലും കാണിക്കട്ടെ. ഞാൻ നേരെ പൂനെക്ക് വിട്ട്. പൂനെ പോയി അവിടെ ഏതോ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ഫാക്ടറി സെറ്റപ്പിൽ കുറച്ച് നാള് ലൈക്ക് എന്റെ ലൈക്ക് ബന്ധത്തിലുള്ള ലൈക്ക് ആളുടെ ആണ്, ഞാൻ പേര് പറയാൻ പറ്റത്തോണ്ട് വിട്ട്. ഓക്കെ, അപ്പൊ അവിടുന്ന് ഞാൻ ഒരു മാസം നിന്നപ്പോഴത്തേക്ക് പറ്റണില്ല. ഇവിടെ പണിയെടുക്കാന്നൊക്കെ പറഞ്ഞ ഭയങ്കര ടഫാ, മെക്കാനിക്കൽ ജോബല്ലേ. അപ്പൊ ആ സെറ്റപ്പിലോട്ട് എനിക്ക് ആയാലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ കാനഡ നോക്കാം. കാനഡ എല്ലാം ആദ്യം വന്നേ. ആദ്യമേ UK നോക്കി, അത് കഴിഞ്ഞിട്ട് പിന്നെ കാനഡ വന്നു, പിന്നെ ഓസ്ട്രേലിയ നോക്കി. എല്ലായിടത്തും ഞാൻ ഈ പറഞ്ഞ മറ്റേ പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത മറ്റേ കമ്പനി ഏജൻസി അവിടെ പോയിട്ട് ഞാൻ ഇങ്ങനെ കുറെ ഇത് നോക്കി, നമ്മുടെ ഒരു ലെവലില് ഏത് പറ്റൂന്ന്. മറ്റേ അമേരിക്കയിലും ഇല്ലെന്ന് എന്നോട് പറഞ്ഞു. ഏതാണ്ട് ഐലൻഡ് ഒക്കെ ആദ്യമേ ഐലൻഡിലോട്ട് നോക്കോ, അവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു ആദ്യമേ. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, ഇച്ചിരി സ്റ്റാൻഡേർഡ് ഉള്ള. അങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കാണ് കാനഡ
പക്ഷെ IELTS വേണം, ഈ പറഞ്ഞ ഇത്ര സപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ നിബന്ധനകളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്ക്, ഞാൻ IELTS എന്റെ വഴിക്ക് ഞാനത് നോക്കാം. എന്നിട്ട് പോയി ഏതോ മറ്റേ ഒരു വേറൊരു ലൈക്ക് IELTSന്റെ പഠിപ്പിക്കുന്ന ഒരു കോച്ചിങ് സെന്റർ ഉണ്ടായിരുന്നു. ഞാനും എന്റെ കമ്പനിക്കാരനും കൂടെ അവിടെ പോയി ജോയിൻ ചെയ്ത്. കോട്ടയത്ത് അവിടെ പോയി ജോയിൻ ചെയ്ത് എല്ലാ ദിവസം രാവിലെ പോകും. എന്നിട്ട് ഏതാണ്ടൊക്കെ കേൾക്കും, വല്ലതും മനസ്സിലാവണ്ടേ. അന്ത സമയത്തൊക്കെ എന്ത് ഇംഗ്ലീഷ് ഒരു കാര്യമില്ല നാട്ടില്. ആരോട് മിണ്ടാനാ, മാത്രം പോയി മിണ്ടിട്, മനസ്സിലാവത്തുമില്ല. എന്നിട്ട് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് തിരിച്ചിറങ്ങി വീട്ടിൽ പോകും. അതൊക്കെ തന്നെ ആയിരുന്നു അവിടെ. എന്നിട്ട് എഴുതി ആദ്യത്തെ വട്ടം എഴുതി പാസ്സായില്ല. ഏതാണ്ട് ഒരു 0.5 ഒരെണ്ണത്തിന് മാത്രം 0.5 താഴെ പോയി. അന്ന് വരുമ്പോ എന്റെ മിനിമം എന്തോരം പോയിന്റ് വേണം? 6.5 6.5 6.5 വേണമായിരുന്നു ഒരെണ്ണത്തിന്. എല്ലാത്തിനും വേണം ആ റേഞ്ചില്. എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ടോന്ന് ചോദിച്ചാൽ ഓർമ്മയില്ല, പക്ഷെ എന്നാലും ആ ഒരു റേഞ്ചാണ്. ഒരെണ്ണത്തിന് ഏതാണ്ട് പോയി. അപ്പം പറ്റത്തില്ല, അപ്പൊ വീണ്ടും എഴുതണം. അന്ന് പിന്നെ ഈ കോട്ടയത്ത് എഴുതിയാൽ കിട്ടത്തില്ലെന്നുള്ളൊരു പറച്ചിലുണ്ടായിരുന്നു. കോട്ടയം കുറച്ച് ടഫാണ്. ഞാൻ പോയി. എങ്ങോട്ടാ? നേരെ കോയമ്പത്തൂര് പോയി എഴുതിയാൽ ഭയങ്കര തമിഴ്നാട്ടിലെല്ലാം ഭയങ്കര എളുപ്പമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ കോയമ്പത്തൂര് പോയി. അവിടെ 2 ദിവസം മറ്റേ ആദ്യത്തെ ദിവസം മറ്റേ റൈറ്റിങ്ങും പരിപാടിയൊക്കെ, പിറ്റേ ദിവസം മറ്റേ സ്പീക്കിങ്. ഞാൻ നേരെ അവിടെ പോയി ആദ്യത്തെ ദിവസം പരീക്ഷയ്ക്ക് എഴുതി. മടുപ്പാ, പോകുന്ന വിചാരിച്ച്. എന്നിട്ട് പക്ഷെ കിട്ടി. അതിന് 2 ദിവസത്തെ പരിപാടിയിൽ സിമ്പിൾ ആയിരുന്നു. എന്തോ സിമ്പിൾ, എന്തോ അറിയത്തില്ല. മറ്റേ തമിഴ്നാട്ടിൽ പോയി പഠിക്കട്ടോ. ഇല്ല, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ കോട്ടയം വേഴ്സസ് കോയമ്പത്തൂർ പറഞ്ഞാൽ കോയമ്പത്തൂരിന് ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കും, ഉറപ്പായിട്ട് കൊടുക്കും. അറിയില്ല. അങ്ങനെ IELTS പാസ്സായി. അതും കൊണ്ട് ഞാൻ നേരെ ഏജൻസി പോയി. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഞാൻ പല 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 കോളേജുകൾ എൻ്റെ ഫ്രണ്ടിലോട്ട് എന്നിട്ട് പക്ഷെ നമ്മുടെ പഠിച്ച സാമ്യമായിട്ടുള്ള, അതായത് മെക്കാനിക്കലാണ് പഠിച്ചത്, അപ്പൊ അതിന് സാമ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് വേണം. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഓക്കെ കൊള്ളാം, പെട്രോളിയം. എന്നാ പിന്നെ പെട്രോളിയം ആയിട്ടെന്ന് പറഞ്ഞിട്ട് പെട്രോളിയത്തിനും കൊടുത്ത്. പിന്നെ വേറെ സർണിയയില് വേറെ ലാണ്ടന്റെ വേറെ സാധനമുണ്ട് സർണിയയില്, അവിടെ ഞാൻ കൊടുത്തു. അവിടെ നിന്നും ഒന്നും വന്നൊന്നുമില്ല, മറ്റോടത്ത് നിന്ന് വിളിച്ച് എന്നാ പിന്നെ കൊടുക്കുന്നു പറഞ്ഞിട്ട് വിസയ്ക്ക് യൂണിവേഴ്സിറ്റിയും കൂടിയാണല്ലോ. യൂണിവേഴ്സിറ്റി കോളേജല്ല, പെട്രോളിയം ആൻഡ് യൂണിവേഴ്സിറ്റി, ഇത് പൊളിക്കും. പിന്നില്ലാണ്ട് പുറത്തെ ആൾക്കാരുടെ അടിക്ക് പറയുമ്പോ എന്താ യൂണിവേഴ്സിറ്റിയില്. അതെ, നാട്ടില് അപ്ലൈ ചെയ്ത പറഞ്ഞേ യൂണിവേഴ്സിറ്റി എവിടെ? കേബ്രിട്ടൻ, കാനഡ. അങ്ങനെയാണ് ഞാൻ എന്റെ ഇമിഗ്രേഷൻ വെച്ചത്. മറ്റേ ഇമിഗ്രേഷൻ വെക്കുമ്പോ എന്തൊക്കെ ഈ പറഞ്ഞ പോലെ GICയുടെ സാധനം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലത്തെ സ്വത്ത് വിവരങ്ങളൊക്കെ എഴുതണം. അത് കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണമുണ്ട് SOP. SOP എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലെറ്ററിൽ നമ്മൾ എഴുതണം, റെസ്പെക്റ്റഡ് ഇമിഗ്രേഷൻ ഓഫീസർ, ഞാൻ ഇന്ന കോഴ്സിന്. അത് അവരല്ലേ ഇത് തന്നത്? ആരെഴുതുന്നത്? എനിക്ക് നമ്മളെ റെപ്യൂട്ടർ കമ്പനി തന്നായിരുന്നു. ഏജൻസിക്കാരാ? എനിക്ക് എന്നോട് തന്നെ എഴുതാൻ പറഞ്ഞു. ആ ഒരു സമയത്തൊക്കെ ഇപ്പോഴും 2000 പേര് സമയമല്ലോ. അപ്പോഴും ഈ പറയുന്ന ലൈക്ക് ആ ഒരു സമയത്തൊക്കെ മറ്റേ SOP എഴുതി തരാൻ ആൾക്കാരുണ്ട് പൈസ കൊടുത്താല്. ലൈക്ക് അവരുടെ ലൈക്ക് ഒരു എന്താ പറയാ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിൽ അവർ എഴുതി തരും. ഞാൻ പിന്നെ ലൈക്ക് ഓൾറെഡി ഇവിടെ വന്ന ആൾക്കാരുമായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്ത് അവന്മാരുടെ SOP ഞാൻ എടുത്ത് ഫുള്ള് ലൈക്ക് അവരുടെ ഒരു 3-4 പേരുടെ സാധനങ്ങൾ ഞാൻ എടുത്തിട്ട് ഞാൻ അതിന്റെ എല്ലാം കൂടെ ഒരു സ്വരൂപിച്ച് ഞാൻ ഒരെണ്ണം എന്റേത് ഞാൻ ഉണ്ടാക്കി. അതിനകത്ത് പറയേണ്ട കണ്ടന്റ് ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഇമിഗ്രേഷൻ വെക്കുവാണെങ്കിൽ എന്താ ലൈക്ക് വിസയ്ക്ക് വെക്കുമ്പോൾ മെയിൻ ആയിട്ട് അവർക്ക് അറിയേണ്ടത് നമ്മൾ കാനഡ വന്ന് പഠിക്കുന്നു, അത് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് മെയിൻ ടോപ്പിക്ക്. ഈ സാധനം എനിക്ക് ഓസ്ട്രേലിയ കൊടുക്കാൻ നേരത്തെ ഈ സാധനം വേണമായിരുന്നു. അപ്പൊ ഓസ്ട്രേലിയക്ക് എനിക്കൊരു അവര് തന്നെ എഴുതിയതാണത്. അതേപോലെ തന്നെ ഈ ടീമുകൾ ഞാൻ അറിഞ്ഞിട്ട് പോലും എന്തുട്ട് അതിനകത്ത് എഴുതി അവര് തന്നെ തള്ളിക്കയറ്റി വിട്ടിട്ടുണ്ടാവും പൊളിയാണെന്നുള്ള രീതിയിൽ. ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ഇത്ര അറിയിച്ചാൽ മതി. അതായത് ആ ലെറ്റർ വായിച്ചു കഴിയുമ്പോൾ അത് തന്നെ ആ ലെറ്റർ വായിച്ചു കഴിഞ്ഞാൽ ഇവൻ ഭയങ്കര ജെന്യൂനാ, ഇവൻ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവൻ തിരിച്ചു വരും, ലൈക്ക് ഇവന് നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ ഇവൻ ഏതായാലും വന്നേ പറ്റത്തുള്ളൂ. ആ ഒരു കണ്ടന്റ് ആണ് ഈ പറയുന്ന SOPക്ക് അത് തന്നെ. അത് വെച്ചിട്ടങ്ങ് വിട്ട് സാധനം കിട്ടി. നേരെ ബാംഗ്ലൂരിലൊക്കെ പോയി മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഫിംഗർ ബയോമെട്രിക്സ്. എനിക്ക് ആ സാധനം ഉണ്ടായില്ല, അതുമില്ല. ആണോ? ബയോമെട്രിക്സ് ഇല്ല. അപ്പൊ എവിടെയാ കൊടുത്ത? ബയോമെട്രിക്സ് കൊടുത്തിട്ടില്ല. ബയോമെട്രിക്സ് ഇല്ല. അത് കഴിഞ്ഞിട്ട് ഈ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോഴാണ് ഇവർ എടുത്തിരുന്നത്. ഓക്കെ, ഞങ്ങൾ മറ്റേ കയറി വരുന്ന സമയത്ത് ഈ സാധനമൊക്കെ ഉണ്ട്. അപ്പൊ അത് അവിടെ പോയി കൊടുത്ത് വർക്ക് പെർമിറ്റിനും ഇല്ല.
PR അപ്ലൈ ചെയ്യുമ്പോഴാ ഞാൻ കൊടുത്തത് ബയോമെട്രിക്സോ? ഓക്കെ 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 ഓക്കെ. ആ ഒരു സമയത്തായിരുന്നു ഈ 18, 19, 20 ആ ഒരു കാലഘട്ടത്തിൽ ഈ ബയോമെട്രിക്സ് ഒക്കെ ഉദ്ഭവിച്ചത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ നേരെ ഇങ്ങനെ കയറി പോകുന്നത്. പിന്നെ കയറി പോകുന്ന കഥ നമ്മൾ പറഞ്ഞു തന്നു. അതെ അതെ, അത് ഞങ്ങൾ വേറെ എപ്പിസോഡ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാല് മനസ്സിലാവുള്ളത്. വലിയ കഥയുണ്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നു. നമുക്ക് വിസ കിട്ടി നമ്മൾ കാനഡയിലെത്തി. എന്നിട്ട് എന്താ സംഭവിച്ചേ? എങ്ങനെയുണ്ട്? അത് വേറെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഇമിഗ്രേഷൻ ടോപ്പിക്സുകളാണ്. ഇമിഗ്രേഷൻ നമ്മൾ വന്നു കഴിയുമ്പോ നമുക്ക് സിൻ നമ്പർ കിട്ടണല്ലോ. ഇപ്പൊ അതാണ് വേറൊരു ഡിഫറൻസ് അന്ന് തമ്മില്. ഞാൻ വരുമ്പോ സിൻ നമ്പറും സംഭവങ്ങളൊന്നും ഇല്ല. നമ്മള് വന്നേ ഒരു 6 മാസം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കോളേജിന് തോന്നണം നിനക്ക് രണ്ടും ചെയ്യാൻ പറ്റുമെന്നുള്ള ലെറ്റർ കിട്ടും. അതുകൊണ്ട് നമ്മള് സർവീസ് കാനഡയിൽ പോയിട്ട് അവര് നമുക്ക് സിൻ നമ്പർ തരും. മറ്റേ 6 മാസം കഴിഞ്ഞിട്ടാണ് സിൻ നമ്പർ കിട്ടുന്നത്. ഞങ്ങൾക്ക് നേരെ വന്നിറങ്ങി എയർപോർട്ടിൽ തന്നെ ഉണ്ട്. പിറ്റേ ദിവസം ജോലിക്ക് കയറായിരുന്നു. ഞങ്ങക്ക് ആകെ വന്നപ്പോ കിട്ടിയത് ഒരു റോജേഴ്സിന്റെ ഒരു സിം കാർഡ് വന്നത്. ഇറങ്ങി വരുമ്പോ തന്നെ ഒരു സിം കാർഡ് വരും നാട്ടിലേക്ക് എമർജൻസി ആയിട്ട് വിളിക്കാൻ വേണ്ടിട്ട്. അപ്പൊ തന്നെ നമ്മളപ്പോ തന്നെ ഇന്റർനാഷണൽ കോൾ ചോദിച്ചാണ് വിളിക്കും. അപ്പൊ തന്നെ കാശം തീരും. $100 കാർഡിലുണ്ടാവും, പ്രീപെയ്ഡ് കാർഡ് ആയിട്ടാണ് വന്നത്. അപ്പൊ അത് കിട്ടിക്കഴിയുമ്പോ അതങ്ങോട്ട് തീർത്ത് അതങ്ങോട്ട് വിട്ട്. അപ്പൊ ആ സിൻ നമ്പർ ഇല്ലാണ്ടുള്ളൊരു ബുദ്ധിമുട്ട് അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എനിക്ക് ജോലി കിട്ടിയായിരുന്നു ഒരു 1.5 മാസം കഴിഞ്ഞപ്പോ. പക്ഷെ ഇപ്പൊ വന്നവർക്ക് ചിലപ്പോ അത് അറിയില്ല സംഭവം. ഈ പണ്ടെന്ന് പറയുമ്പോ ഇപ്പൊ ക്യാഷ് ജോലി ഉണ്ടാവും ആ ടൈമില്. കാര്യം ഗുണം ഉണ്ടായിരുന്നത് അന്ന് ജോലിക്ക് ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്ര ഇമിഗ്രൻസ് ഇല്ല ഞാൻ വന്ന ടൈമില്. നമ്മള് ചെല്ലുമ്പോ അവിടെ ആളില്ലെങ്കിൽ അവരെടുക്കും. നേരെ ഇപ്പന്ന് പറയുമ്പോ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ 1500 റെസ്യൂമേ ഓൾറെഡി കിടപ്പുണ്ടാവും. അതാണ് ഇപ്പോഴും അപ്പോഴും വ്യത്യാസം. നമ്മുടെ അവിടെ എനിക്ക് തോന്നുന്നു അന്ന് $5 നമ്മൾ മണിക്കൂർ കിട്ടും. അതൊക്കെ ലോട്ടറി ആയിരുന്നു ജോലി. മണിക്കൂറിന് $5 ക്യാഷ്. ഞങ്ങൾ സ്റ്റാർട്ടിങ് 11 അതാണ്. അതൊക്കെ ആലോചിച്ചു. ഞാൻ 2 മണിക്കൂർ പണിയെടുക്കണം. 2 മണിക്കൂർ പണിയെടുത്താലേ ഈ കാശ് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പിന്നെ സിൻ നമ്പറിൽ കാണിക്കുകയൊക്കെ ചെയ്യാലോ കാശൊക്കെ കിട്ടിയിട്ട്. നമ്മൾ ആദ്യം വരുമ്പോ ഞങ്ങളുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സിൻ നമ്പറിലേക്ക് പിറ്റേ ദിവസം തൊട്ട് സിൻ നമ്പറിൽ വർക്ക് ചെയ്യാം. അതുകൂടാണ്ട് ഈ ക്യാഷ് ജോബിൽ കിട്ടത്തൊന്നുമില്ല. ഞങ്ങളുടെ സമയത്ത് ക്യാഷ് ജോബ് ഇല്ല സത്യം പറഞ്ഞാൽ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ക്യാഷ് ജോബുകൾ അത്രേ ഉള്ളൂ. ഇത് രണ്ടും കിട്ടും. സിൻ നമ്പറിലും ചെയ്യാൻ പറ്റും, ക്യാഷിലും ചെയ്യാൻ പറ്റും. എനിക്ക് ക്യാഷ് ജോബ് ചെയ്തപ്പോൾ എൻ്റെ ഒരു ഓർമ്മ എന്താണെന്നറിയോ, ഞങ്ങളൊരു ഐസ്ക്രീം ഫാക്ടറി പോയി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ വെളുപ്പിനെ പോയി മറ്റേ ഐസ്ക്രീം ഫാക്ടറിയുടെ എനിക്കെപ്പോഴും മറ്റേ ഇതായിരുന്നു ഡിഷ് വാഷിംഗ് പോലത്തെ സെറ്റപ്പ് ആയിരുന്നു. ഈ അവര് ഐസ്ക്രീം ഇങ്ങനെ ബോക്സിനകത്ത് ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ നിറച്ചു വെക്കും. അപ്പൊ നമ്മുടെ കൂടെ ഉള്ള കൂട്ടുകാർ അവന്മാരതെല്ലാം ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ ഐസ്ക്രീം ആക്കി മാറ്റി വെക്കും. ആ പാത്രങ്ങൾ ഇങ്ങനെ കഴുകി വെക്കുക. നല്ല കാശ് വരുമായിരുന്നു. $15 തരുമായിരുന്നു. ഞങ്ങൾക്ക് $10 ക്യാഷ്. വേറെ ഈ ഫാക്ടറികളിൽ പോകുമ്പോൾ കാശ് $15 ഉണ്ടാവും. നമ്മൾ ഏജൻസി വഴിയാണല്ലോ പോകുന്നത്. ഏജൻസി വഴിയൊക്കെ ഉണ്ടോ ക്യാഷ് ജോബ് കൊടുക്കുന്നത്? ക്യാഷ് എന്ന് വെച്ചാൽ അവിടെ കുറെ ഏജൻസ് ഉണ്ടാവും, കുറെ എണ്ണങ്ങള്. ഇവര് നമ്മളെ ഒരു മറ്റേ നമ്മുടെ ബംഗാളികളെ കൊണ്ടുപോകണല്ലോ വണ്ടി കയറ്റി കൊണ്ടുപോകും. എങ്ങനെ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് നിൽക്കണം. ഒരു 5-6 പേര് 8 പേര് ഇപ്പൊ ഉണ്ടാവും. അപ്പൊ ഒരു വാൻ വരും, നമ്മളതിൽ കയറുന്നു, ഒരു 7-8 പേരെ കൊണ്ടുപോകുന്നു. എന്നിട്ട് നമ്മളെ ഫാക്ടറിയോടെ കൊണ്ടുവന്ന് ഇറക്കുന്നു. ആ ഫസ്റ്റത്തെ ജോലി എന്റെ മനസ്സിലറിയോ, മറ്റേ നാട്ടിൽ മറ്റേ ബംഗാളി പണിക്കാർ അതന്നെ. നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ഇവിടെ കാനഡയിലെ ബസ് സ്റ്റോപ്പിലേക്കാണ്, മറ്റേ നാട്ടിലെ ബസ് സ്റ്റോപ്പിലേക്കാണ്. എല്ലാ വണ്ടിയാണ് കൊണ്ടുപോകുന്നത് ഓർമ്മയൊന്നുമില്ല. ഒരു വണ്ടിന് വെളുപ്പിന് 5 മണിക്കൊക്കെ പോണേ, അല്ലെങ്കിൽ രാത്രി 12 മണിക്കായിരിക്കും ഷിഫ്റ്റ്. ഏതെങ്കിലും ഷിഫ്റ്റ് ആയിരിക്കും. ഫസ്റ്റ് ക്യാപ്സിക്കം പണിക്കാണ് പോണത്. നമ്മള് ക്യാപ്സിക്കം പണിക്ക് പോകുമ്പോ നേരെ നമുക്ക് പണി എന്താന്ന് അറിയില്ല. അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ എന്താ പണിന്ന്. പല ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ആളിടണേ. അപ്പൊ എന്റെ ഫസ്റ്റ് ചെല്ലുമ്പോഴുള്ള പണി ഇങ്ങനെ കട്ടിക്കലായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ട് തോന്നും, നേരത്തെ ക്യാപ്സിക്കം പടർന്നാണ് പിടിക്കുന്നത് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. ഞാൻ കണ്ടിട്ടില്ലോ. കടയിലുള്ള ക്യാപ്സിക്കം അല്ലേ നമ്മൾ അറിയുള്ളൂ. ഈ ക്യാപ്സിക്കം പടർത്തി വെച്ചേക്കണേ, മുളക് അങ്ങനെയാണ് പറിച്ചെടുക്കണേ. സാറിന് ഇവിടെയുള്ള മുളകുകൾ സാറിന് ഇതിലല്ലേ വന്നെ, നമ്മളെ മറ്റേ ചെടിയല്ലേ മുളക് വന്നത്. ക്യാപ്സിക്കം വനല്ല, ഇപ്പൊ കുമ്പളങ്ങ പോലത്തെ പടർത്തിട്ടാണ് സാധനത്തില് ഇങ്ങനെ കട്ടിക്കൊണ്ടിരിക്കേ. ഇങ്ങനെ 12 മണിക്കൂർ ഷിഫ്റ്റാ. 12 മണിക്കൂറോ? 12 മണിക്കൂർ ഷിഫ്റ്റിൽ നമുക്ക് 2 മണിക്കൂർ കഴിയുമ്പോ ഒരു ബ്രേക്ക് കിട്ടും 15 മിനിറ്റ്. അപ്പൊ ഈ കൈ ഇങ്ങനെ നമുക്ക് താഴ്ത്താം. നമ്മൾ പണിയെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നോക്കും. അപ്പൊ തന്നെ നമ്മളെടുത്ത് പറയും
പിന്നെ നമ്മള് പിള്ളേരുമാണല്ലോ. പിന്നെ ക്യാഷ് കൂടുതൽ നമുക്ക് സംസാരിക്കാനും പറ്റത്തില്ല. കാര്യം ഇവര് $15 കൊടുക്കണ്ടെങ്കിലും നമ്മളെ കൊണ്ടുപോകാൻ വണ്ടിക്ക് ഒരു കാശ് കൊടുക്കണം, ഇത്രയും ട്രാവൽ ചെയ്ത് കൊണ്ടുപോകണേ. എന്നിട്ട് അയാൾ ഇത്രയും കാശ് എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഏജന്റിലൊക്കെ ഒരു കാശ് ഉണ്ടാവും, എല്ലാം കഴിഞ്ഞിട്ട് $10 നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ 12 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ $120. പക്ഷെ അന്ന് $120 വലിയ കാശാ. $5 ഇപ്പുറത്ത് പണി എടുക്കണേ. അപ്പൊ ഇടയിൽ എക്സ്ട്രാ ടൈം വരുമ്പോഴാണ് നമ്മൾ ഈ $10 പണിക്ക് പോണത്. അത് പിന്നെ കുപ്പി ഫാക്ടറി കുപ്പി വരുന്നു. പക്ഷെ ഇതിന്റെ എല്ലാം ഹൈലൈറ്റ് എന്താണെന്നറിയോ, ഇത് എങ്ങാനും ഏതൊരു ഒരു ഇമിഗ്രേഷൻ ഓഫീസർ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഡീപ്പോർട്ട് ചെയ്തേനെ. അതെ, ഇതൊക്കെ ആൾക്കാർ ഇവിടെ ചെയ്യും. പക്ഷെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യില്ല. വി ഡോണ്ട് റെക്കമെൻഡ്. അതെ, ചെയ്തോ, പക്ഷെ ഞങ്ങൾ പഴയ പറയരുത്, പിടിക്കാണ്ട് ചെയ്തോണം. ഇവിടെ എല്ലാരും ചെയ്യണ്ടോന്ന് ചെയ്യാൻ പാടില്ല. അല്ലെ, കാരണം ലൈവായിട്ട് ഓൺ ദ സ്പോട്ട് ആരെങ്കിലും വന്ന് പിടിച്ചാൽ നെക്സ്റ്റ് സെക്കൻഡിൽ നേരെ വീട്ടിൽ പോയി പാസ്പോർട്ട് എടുക്കുക, നേരെ ഡീപ്പോർട്ട് ചെയ്യാം. ആ ടൈമിൽ നമ്മൾ ആ ചിന്തയുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ പോവാത്ത കുറെ ടീമുകളുണ്ട്. പണിക്കൊന്നും പേടിയാണ്. ഇമാരുടെ വീട്ടിലും കുറച്ച് ഫണ്ടൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കുറെ ടീമുകളുണ്ട്. അപ്പൊ അവന്മാരോട് എടാ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് നിനക്ക് പണിയെടുത്തൂടെ? ഞാൻ പറഞ്ഞു 2 മാസം കഴിഞ്ഞ് ആര് ഫുഡ് തരും, അതിലുള്ള കാശ് വേണ്ടേ? അപ്പൊ അവന്മാരത് പറയും ഇത് മനസ്സിലാവാതെ ഓൾറെഡി. അപ്പൊ അവര് ഞാൻ പോകുന്നില്ല, ഇത് ഭയങ്കര റിസ്ക് ആണ്, ഇമിഗ്രേഷനിലൊക്കെ നമുക്ക് പണി കിട്ടുമെന്ന് വിചാരിക്കും. കാരണം സത്യമാണ്, അല്ലെങ്കിൽ ഇൻ കേസ് പിടിച്ചാ അവിടെ കഴിഞ്ഞു. പക്ഷെ ഇത് നമ്മള് കാനഡയിലേക്ക് വരുമ്പോ ഇവരിതൊന്നും നമ്മുടെ അടുത്ത് പറയണ്ടില്ലല്ലോ. ഇവര് വരുമ്പോ ചക്കയാണ് വാങ്ങിയാണ് ഈ സാധനം ഇതെല്ലാം കിട്ടും. നമുക്ക് ഈ ലോണൊക്കെ എടുത്തരാന്ന് പറഞ്ഞ നമുക്ക് അടുത്ത സെമിസ്റ്റർ അടിക്കാന്നൊക്കെ പറയാൻ വീട്ടുകാരും വിശ്വസിക്കും. അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാതെ. ഞാൻ വന്ന ടൈമിൽ ആർക്കും അറിയില്ലല്ലോ. അപ്പൊ ആ ടൈമില് റിസ്ക് ഇൻവോൾവ്മെന്റ് നമ്മൾ ഇവിടെ വരുമ്പോഴേ അറിയണത്. നാട്ടില് ഇപ്പൊ നമ്മൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യും ഇടക്കിടക്ക്, അല്ലാണ്ട് ഒരു പണി ഞാൻ എടുത്തിട്ടില്ല നാട്ടില്. ഇവിടെ വന്നിട്ട് എന്താ എടുക്കാത്ത പണിയാണ്. ബാത്റൂം ഒക്കെ ഞാൻ കഴുകണുണ്ട് കഴിഞ്ഞാൽ നാളില് വിരിക്കും, അവിടെ കിടന്ന് ഉറങ്ങാന്ന് വിചാരിക്കും. അവര് വന്ന് ചെക്ക് ചെയ്യും, മാനേജർ വന്ന്. കാരണം നമ്മൾ ഈ പുതിയ ക്യാഷിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ എക്സ്ട്രാ പണി എടുപ്പിക്കും. മനസ്സിലായി. കാര്യം വെച്ചാൽ നമുക്ക് ഈ ജോലി ഇല്ലെങ്കിൽ പണി കിട്ടുന്നവർക്ക് അറിയാം. അപ്പൊ അവര് മര്യാദ ക്ലീൻ അല്ലെങ്കിൽ ഗോൺ ക്ലീനിലേക്ക് എന്ന് പറയും. മനസ്സിലായി. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, നമ്മള് പണിയെടുക്കൂല. ഫസ്റ്റ് ഓഫ് ഓൾ വീട്ടില് ഒന്ന് പാത്രം കഴുകാൻ പറഞ്ഞാൽ കഴുകൂല, തുണി അലക്കാൻ. അമ്മയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും. മറ്റേ അമ്മയും കഴിഞ്ഞ ദിവസം മറ്റേ അമ്മൂമ്മ ഉണ്ടായിരുന്നു, വണ്ടറടിച്ച് നിക്കണെന്ന്. മറ്റേ ഫുഡ് കഴിച്ചിട്ട് ഞാൻ പോയി പാത്രം കഴുകുന്നത്, നീ എന്തിനാ പാത്രം കഴുകുന്നത്, അവിടെ വെക്ക്. ഇല്ല ഞാൻ വിട്ടുകൊടുത്തില്ല, ഇതെന്റെ മോനല്ല, എനിക്കറിയാവുന്ന ആകാശം. പക്ഷെ നമ്മുടെ കഴിച്ച പാത്രം കഴുകുക എന്നുള്ളതിന്റെ മാനേഴ്സ് ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ച കേട്ടോ. അല്ല, പണ്ടെന്ന് പറയുമ്പോ പാത്രം കഴുകലല്ല, കഴിച്ചിട്ട് നമ്മൾ എഴുന്നേറ്റ് പോവേ. അല്ലെങ്കിൽ കഴിക്കാനിരിക്കുമ്പോ അമ്മേ ഇതേ ഉള്ളോ ഇന്ന് ഡെയിലി ഫുഡാണോ? ഞാൻ ഐ റിഗ്രറ്റ് ഇറ്റ് അതെന്ന് പറയുമ്പോ. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോ ഫുഡ് ഇതേ ഉള്ളോ എന്ന് ചോദിക്കാൻ ആളില്ല, അവിടെ പോയി നമ്മൾ ഫുഡ് എടുക്കണമല്ലോ. ആ വില എനിക്ക് മനസ്സിലാകുമ്പോ ഇവിടെ വന്നിട്ട് എല്ലാ സംഭവം തന്നെ ചെയ്യണോട്ടോ, ആരും തരാനില്ല ഒരു ഭാഗത്തില്. സത്യം പറയാലോ അല്ലേ? അത് വളരെ കുറെ പേർക്ക് അറിയാത്ത സംഭവമാണ്. നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് എല്ലാരും വിചാരിക്കും. നമുക്ക് പുറത്തുനിന്ന് ഇപ്പൊ നമുക്കൊരു ടിഫിൻ വെച്ച് നടക്കണ കേസൊന്നുമല്ല, ഒടുക്കത്തെ കാശാണല്ലോ സത്യം അല്ലേ? ഒരു ഗ്രോസറി കടയിൽ പോയി ഗ്രോസറിക്ക് തന്നെ കാശ് കൂടുതലാണ്. സെയിം ടൈമിൽ അപ്പൊ നമ്മൾ ഈ ഫുഡ് പുറത്തുനിന്ന് മേടിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും? സത്യം ആദ്യത്തെ 2 ദിവസം കഴിക്കും, അത് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ സംഭവം മാക്സിമം മുഴക്കും. ഇത്തിരി പഠിച്ചിട്ടൊക്കെ വരാം അല്ലേ? കുക്കിംഗ് പഠിച്ചിരിക്കണം, പാത്രം കഴുകാൻ പഠിച്ചിരിക്കണം, അലക്കാൻ പഠിച്ചിരിക്കണം, സ്വന്തം കാര്യം നോക്കാൻ പഠിച്ചിരിക്കണം. വേറെ ഒരുത്തനും ഇല്ല ഇവിടെ സഹായിക്കാൻ. ലൈക്ക് ഒറ്റ മനുഷ്യനില്ല, എല്ലാം സ്വന്തം കാര്യം. അതെ, നമ്മളിപ്പോ നേരെ തിരിച്ചപ്പോ ബാംഗ്ലൂർ പഠിക്കാൻ പോയിരുന്നെങ്കിൽ അവിടെ ദാബാവല ഉണ്ടാവും. അതെ, അപ്പൊ അവര് അലക്ക് പിന്നെ ഫുഡും ഇങ്ങനത്തെ മെസ്സും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും കാശ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത്ര ചെലവും ഉള്ളൂ. നാട്ടിൽ ഒരു മറ്റേ ഒരു 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് എല്ലാം സെറ്റാ. ഇവിടെ പൈസ പോണ അറിയില്ല. പട്ടിണി എന്നൊക്കെ പറഞ്ഞാൽ പരപ്പട്ടിണി കിടക്കേണ്ടി വരും. അതെ, ആ ഒരു ടൈമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ നേരെ ഈ സ്റ്റുഡന്റ് ആയിരുന്ന ടൈമില് ഞാൻ പൈസയൊക്കെ തീർന്നു കയ്യില്. അപ്പൊ ഒന്ന് ആലോചിക്കേ, കയ്യില് മറ്റേ ഈസ്റ്റേണിന്റെ ഫിഷ് മസാല ഉണ്ട്, ഇച്ചിരി റൈസും ഉണ്ട്. ആകെ അറിയാവുന്നത് നമുക്ക് നോക്കി കഴിയുമ്പോ വേറെ സാധനം പിടിക്കാൻ 10 പൈസ ഇല്ലായിരിക്കുന്ന ടൈമാ. അപ്പൊ നേരെ
നേരെ ചോറെടുത്ത് ചോറ് ഉണ്ടാക്കി നേരെ സവാള ഉണ്ട്, സവാള അരിഞ്ഞ് മസാല വെള്ളത്തിലിട്ട് കലക്കി സവാള ഇട്ട് മീൻകറി കഴിച്ച്. ആ സമയം അതൊരു വേറൊരു സമയം. അത് കഴിക്കുമ്പോ നമ്മൾ ആലോചിക്കും എന്തിനിടെ കയറി വന്നേന്ന്. അത് കഴിച്ചിട്ട് ഞാൻ ഒരു നാട് കഴിഞ്ഞ് എന്ത് ചെയ്യാനാ, കരച്ചിട്ട് കാണാൻ പോലും ആളില്ല അല്ലെ. നമ്മുടെ ഐഡിയ ആയി പോയി. അതെ, കാര്യം ആ ടൈമിൽ വരുമ്പോ ഒന്നാമത് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതിനിടെ കാശ് സേവ് ചെയ്യൽ പറയുന്ന സംഭവം നമുക്ക് നടക്കില്ല. അതെന്ന് വെച്ചാൽ ഈ പഠിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ ഇത്രേ വർക്ക് ചെയ്യണുള്ളൂ. പിന്നെ നമ്മള് ചെലവുണ്ട്, ബേസിക് ചെലവ്. ഇപ്പൊ ഒരു 100 രൂപ സേവ് ചെയ്യുമ്പോൾ അപ്പൊ കോളേജിൽ നിന്ന് പറയും ബുക്ക് മേടിക്കണമെന്ന് പറയും. അപ്പൊ പോയി ബുക്ക് മേടിക്കും. അപ്പൊ ആ $100 ഇരുന്ന പിന്നെ ക്രെഡിറ്റ് കാർഡിൽ $2000 ഉണ്ടാവും. എപ്പോഴും ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഒക്കെ എപ്പോഴാണ് കിട്ടുന്നത്, അത് പിന്നെ എപ്പോഴും ഫുൾ ആയിരിക്കുമല്ലോ. ക്രെഡിറ്റ് കാർഡ് എപ്പോഴും ഫുൾ ആയിരിക്കും. അതിൽ മിനിമം ഇട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. അതിലേക്ക് ഒരു 100 രൂപ അപ്പൊ തന്നെ വീണ്ടും എടുക്കും. അതാണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ. ക്രെഡിറ്റ് കാർഡ് അടച്ച് കണ്ടിട്ട് പിന്നെ നമുക്ക് അറിയില്ല ഇങ്ങനത്തെ ഒരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് കിട്ടുന്നില്ല. ഒരിക്കലും മറ്റൊരു അതുമല്ല, നമ്മൾ +2 കഴിഞ്ഞിട്ട് വന്ന നാട്ടിലത്തെ പോലെ സിസ്റ്റം നമ്മൾ പഠിക്കണില്ല. നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇതിന്റെ നടുക്കോട്ട് കൊണ്ടിട്ട് എന്റെ ക്രെഡിറ്റ് സ്കോർ ഒക്കെ അങ്ങ് താഴെ പോയിട്ടുണ്ടായിരുന്നു. ഞാനെങ്കിൽ എനിക്ക് ചെക്ക് ചെയ്യാൻ പോലും എനിക്കും അറിയാൻ പാടില്ലായിരുന്നു. 2-3 വർഷം ആ സ്കോറിലാണ് കിടന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഒന്നും ചെയ്യാൻ അറിയത്തില്ല. എന്നിട്ട് പലരെയും ഇങ്ങനെ വിളിച്ച് ആരും നമുക്ക് പറഞ്ഞു തരാനും ഇല്ല, ഒന്നുമില്ല. ആ ഒരു സമയത്ത് വന്ന സമയത്ത് എന്ന് പറയാൻ നാട്ടില് ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ഇമാതിരി ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യനും ചീത്തയാവും. ആ ഒരു ടൈം കഴിയുമ്പോഴായിരിക്കും നമ്മളിത് പഠിക്കുക. എല്ലാവരും നമുക്കൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടല്ലോ. പുതിയൊരു കൺട്രിയിലേക്ക് വന്നല്ലോ, പുതുതായിട്ട് നമ്മളെ പറിച്ചു നട്ടിരിക്കുക. അതെ, ഒരു സാധനം പറഞ്ഞു തരാൻ ആളില്ല. നമ്മളിപ്പോ എവിടെ കാര്യം ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല. ഇതേപോലെ നമുക്ക് ഇവിടെ ഐസെൻസ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ. ഇപ്പൊ പുതിയ ഇമിഗ്രൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ കുറെ ഹെൽപ്പ് കിട്ടും. ഞാനും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല. ഇപ്പൊ നമ്മുടെ കോളേജിലെ ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റ് ഞാൻ വന്ന അന്ന് തന്നെ തട്ടിച്ചോണ്ട് ആ $150 അത് പഠിച്ചുകൊണ്ട് എനിക്ക് അവരെ വിശ്വാസമില്ല. എനിക്ക് അവിടെയും പോയി ചോദിക്കാനില്ല. പിന്നെ നമ്മളെ ഇവിടെ ഉള്ള ചേട്ടന്മാര് നമ്മളെക്കാളും 1 വർഷം മുമ്പ് വന്നവരുടെ അടുത്ത് ചോദിച്ചാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അവർക്കും അറിയില്ല വലിയ കാര്യമായിട്ട്. ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ യൂസ് ചെയ്യണത്, ക്രെഡിറ്റ് കാർഡ് നമ്മൾ കിട്ടിക്കുമ്പോ മാക്സിമം ചെലവായിക്കണം. ഫ്രീ കാശാണത്. 2000 ഉണ്ടെങ്കിൽ 2000 ചെലവായിക്കണം. ഒരിക്കലും ചെലവാക്കില്ലേ, തിരിച്ചു കൊടുക്കേണ്ട കാശ്. അതെ, ക്രെഡിറ്റ് കാർഡൊക്കെ വല്ലോന്റെ കാശ് അവര് പറ്റിക്കണോ. ഇത് ആ സാധനമാണ് എപ്പോഴും. ക്രെഡിറ്റ് കാർഡ് പുതിയത് ഒരെണ്ണം കിട്ടുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരും എടാ എനിക്ക് 5000 കിട്ടി, ഞാൻ ഒരു ക്യാമറ മേടിച്ച്. എവിടെ നമുക്കറിയാവുന്ന ഒരു കൂട്ടുകാരുണ്ട്, അപ്പൊ ആ ഒരു 10,000 ക്യാമറയൊക്കെ പോയി മേടിച്ചിട്ടുണ്ട്. വലിയ ഷോ ആണല്ലോ, ക്രെഡിറ്റ് കാർഡ് വഴി മേടി നമുക്കറിയില്ലല്ലോ. അന്ന് അറിയത്തില്ലാത്തതിന്റെ ആ കാര്യം അന്ന് എന്തിട്ടാ ഫ്രീ കാശ്. അപ്പൊ അത് ഒരു ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ അതിനെപ്പറ്റിയും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി ഇമിഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞ് കാനഡ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളിക്കയറി ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ കഷ്ടപ്പാടുകളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള ക്ലിയർ ഐഡിയ എല്ലാവർക്കും വേണം. അതൊന്നും പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ആൾക്കാർ നാട്ടിലില്ല. ചുമ്മാ ജസ്റ്റ് ഷുഗർ കോട്ട് ചെയ്ത ആൾക്കാരെ പറ്റിക്കലാണ് നാട്ടിൽ. എങ്ങനെയെങ്കിലും നിങ്ങളെ മേളിലേക്ക് എത്തിക്കുക, എവിടെ എത്തിക്കുക. അപ്പൊ അവർക്ക് ആ കമ്മീഷൻ കിട്ടും. പിന്നെ അടുത്ത ആള് ഈ പരിപാടിയാണ്. ഒരു നേരത്തെ വകയില്ലാത്ത ആൾക്കാരായിരിക്കും ഈ പറയുന്ന കാശും എല്ലാം മുടക്കി ലോണും എടുത്ത് ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പം എല്ലാം അറിഞ്ഞിട്ട് വേണം എപ്പോഴും ഒരു കോഴ്സ് എടുക്കാനായിട്ടാണേലും കൺട്രി ചൂസ് ചെയ്യാനായിട്ടാണേലും വരേണ്ടതല്ല. അപ്പൊ നമുക്ക് ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മള് കാനഡയിലെത്തി, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയാണ്. ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് PR എടുക്കണം എന്നുള്ളതാണ്. ഈ സാധനം കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ പെർമനന്റ് റെസിഡൻസി. അത് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. നാട്ടിലേക്ക് ഓൾറെഡി ഇങ്ങോട്ട് വിടുമ്പോ തന്നെ നമ്മുടെ ഒരു ബന്ധു നമ്മുടെ അടുത്ത് പറഞ്ഞത്, എന്റെ മോൻ പോയിട്ട് ഒരു 3 മാസത്തിലേക്ക് തന്നെ, അത് വേറെ സ്ഥലത്ത് ഗൾഫ് കൺട്രിയിലാണ് പോയത്. എന്റെ മോൻ പോയിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ട് വന്നാ, നിന്റെ മോൻ പോയി കഴിഞ്ഞാൽ കുറച്ചാൾ എന്നിട്ട് വരുമായിരിക്കുമല്ലേ. അപ്പൊ അങ്ങനെ ഒരു മൈൻഡിൽ സാധനങ്ങളുണ്ട്. എങ്ങനെ ചത്താലും ഇവിടുന്ന് പോകാൻ പറ്റില്ല. സത്യം, ഇത് ഈ സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്റെ ഒരു പുള്ളിയുണ്ട്, പുള്ളിക്കാരൻ മറ്റേ വിസ കിട്ടി വന്നിട്ട് വിളിച്ചിട്ട് പുള്ളി ഇവിടെ കാനഡ തന്നെ ഉള്ള പുള്ളിക്കാരൻ പറയുന്നത്, നീ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്, ഇവിടെ കുട്ടി ഭയങ്കര പാടാ, നീ അവിടെ നിൽക്കുക, അതൊക്കെ പോരായിരുന്നു, നിനക്ക് അവിടെ നിന്നാ പോരാ. അമ്മാര് വർത്താനം. അപ്പൊ വാശി കയറി വന്നിട്ടേ പറ്റും, വന്ന് കാണിച്ചു കൊടുക്കും. ആ സെറ്റപ്പിൽ കയറി പോകുന്ന വന്നു കഴിഞ്ഞപ്പോ അതാണ് ഇട്ട് കളയാറ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് PR വേണ്ടിയുള്ള ഓട്ടമാണ്. PR എത്ര ആൾ കിട്ടാനായിട്ട്, വർക്ക് പെർമിറ്റ് കിട്ടി കഴിഞ്ഞ
എടുത്ത് PR ഇട്ടെ? എന്റെ കഥയാണോ ആദ്യം കേൾക്കണ്ടേ? കേൾക്കാലോ. എന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല 2018, 2021 കാലഘട്ടം, കോവിഡിന് മുന്നത്തെ ആ ഒരു ടൈം ഫ്രെയിമാണ്. ഇവിടുത്തെ ഒരു മറ്റേ AIPP കാലഘട്ടം. ലൈക്ക് ഇവിടെ വന്നിരിക്കുന്ന ഇമിഗ്രൻസ് എല്ലാം VIP കാലഘട്ടം. ഞാൻ പഠിച്ച് ലൈക്ക് 2 കൊല്ലം പഠിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് പെർമിറ്റ് കയറി. അപ്പൊ ആ സമയത്ത് മറ്റേ നോ കോഡ് സിസ്റ്റം, NOC കോഡ്, മറ്റേ OAB സിസ്റ്റത്തിലാണ്. അപ്പം അതിനകത്ത് ഇപ്പൊ ഒരു C-ലെവല് ആയിരുന്നു തുടക്കത്തില്. വർക്ക് പെർമിറ്റിലോട്ട് കയറി ലൈക്ക് പഠിച്ചു കഴിഞ്ഞ് വർക്ക് പെർമിറ്റ് നേരത്തെ പറഞ്ഞാൽ 2-3 മാസത്തിൽ സാധനം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലൈക്ക് ഏതായാലും ഫുൾ ടൈം വർക്ക് ചെയ്യണം. 1 ഇയർ വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് PR വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനൊരു കോൾ സെന്ററിൽ ഞാൻ ജോലിക്ക് കയറി. കോൾ സെന്ററിൽ ജോലിക്ക് കയറിയപ്പോഴത്തേക്ക് തുടക്കത്തിൽ C-ലെവലാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. 1 ഇയർ വെറുതെ വർക്ക് ചെയ്താലും കിട്ടത്തില്ല. അപ്പൊ നേരെ B-ലെവലിലേക്കുള്ളൊരു അവിടെ തന്നെ വേറൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു, അതിലേക്ക് മാറി. ആ ഒരു കോൺട്രാക്റ്റിൽ കയറി 1 കൊല്ലം വർക്ക് ചെയ്തു. പഠിച്ചു കഴിഞ്ഞ് 1 കൊല്ലം വർക്ക് ചെയ്തു. പിറ്റേ മാസം ഞാൻ PR-ന് വെച്ചു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 5 മാസത്തില് 1.5 വർഷത്തില് PR കിട്ടി. ബിക്കോസ് ഓഫ് നോവസ്കോഷ്യ. ആൻഡ് ഓൾസോ ആ ഒരു സമയത്ത് ആ കോവിഡിന്റെ കാലഘട്ടമായിരുന്നു. കാരണം ലൈക്ക് ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്ക് ഈ TR to PR എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് ടെമ്പററി റെസിഡന്റ് ടു പെർമനന്റ് റെസിഡന്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അതായത് ഇവിടെ വന്ന് പഠിച്ചാൽ മതി, ജസ്റ്റ് പഠിച്ചാൽ മതി. പഠിച്ചിട്ടുണ്ടെങ്കിൽ PR-ന് വെക്കാം. കോവിഡിന്റെ ആ ഒരു സമയം. അപ്പൊ അമ്മാര് ലിബറൽ കാലഘട്ടമായിരുന്നു ഞാൻ PR-ന് വെച്ച സമയം. അപ്പം ലൈക്ക് എന്റെ വൈഫിനാണെങ്കിലും ലൈക്ക് ഈ പറഞ്ഞ TR to PR-ന്റെ ആ സമയത്ത് ലൈക്ക് ഇത് വെച്ച് ലൈക്ക് എന്റെ കൂടെ തന്നെ അവളെ IELTS എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ഡോക്യുമെന്റ്സ് കയ്യിലുണ്ട്. അപ്പൊ ഓൺ ദ സ്പോട്ട് തന്നെ സാധനം വെച്ച് എനിക്ക് കിട്ടിയതിന്റെ തൊട്ട് പുറകെ അവക്കും കിട്ടി. അവള് ഞാൻ വന്നു കഴിഞ്ഞിട്ട് പഠിക്കാൻ വന്നാ. ബട്ട് സ്റ്റിൽ ഭയങ്കര ഈസി ടൈം ആയിരുന്നു. ഞാൻ എനിക്ക് 2020 ഇല്ല 2021 2018 പഠിച്ചു, 20 പഠിച്ചു, 21 ഞാൻ വെച്ചു. 21 അവസാനം ആയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടി. നിങ്ങളുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടമായിട്ട് നല്ല ബന്ധമുള്ള, അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചു കേട്ടു. ഞാൻ 2012 വന്ന് കിട്ടണ എപ്പോഴാ അറിയോ? 2020. 8 കൊല്ലം 2020. അതാണ് ഞാൻ പറഞ്ഞ. അപ്പൊ 2015 കഴിഞ്ഞപ്പോ നമ്മള് 3 വർഷത്തെ കിട്ടി. നിങ്ങൾ പറ, അതായത് 2 കൊല്ലം പഠിച്ചു, അല്ല 3 കൊല്ലം പഠിച്ച് അപ്പൊ 2015 അത് കഴിഞ്ഞപ്പോ 3 വർഷം കിട്ടി. അപ്പൊ 16, 17, 18 പിന്നെ 19, 20 അപ്പൊ 2 വർഷം കൊണ്ട് പിന്നെ പുതുക്കി കിട്ടണേ. മൂന്നാമത്തെ അപ്ലൈ പോണ. അതായത് ആദ്യത്തെ 3 കൊല്ലത്തില് നമ്മൾ ഇവിടെ നിന്നു, വന്നിട്ട് അത് എക്സ്പയർ ആയി പോയി. വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയി. നമ്മൾ അതിനു മുമ്പ് നമ്മള് പുതുക്കി എന്നിട്ട് രണ്ടാമത് വീണ്ടും അപ്ലൈ ചെയ്ത് 2 വർഷത്തെ കിട്ടും. 2 കൊല്ലം കിട്ടും. അന്ന് 2 വർഷം കിട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ സംഭവം എന്താ വെച്ചാൽ ഞാനിവിടെ ഒരു കാറിന്റെ ഡീലർഷിപ്പിൽ വർക്ക് ചെയ്യാൻ പോയി. ഞാൻ നോവസ്കോഷ്യയിലേക്ക് മൂവ് ചെയ്ത് ഇവിടെ നമ്മുടെ പിസയുടെ ഒരു കമ്പനി ഇവിടെ ഇതിലിങ്ങോട്ട് മൂവ് ചെയ്തു. പക്ഷെ ഇങ്ങനെ ട്രാൻസ്ഫർ കിട്ടും. ഇവിടെ വന്നപ്പോ എന്നിട്ട് അവിടെ വന്നപ്പോ നമുക്ക് ആ വർക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരെ കാർ ഡീലർഷിപ്പിൽ കയറി. സെയിൽസ് എന്താണെന്ന് പഠിക്കണമല്ലോ, സെയിൽസ്. അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ സാധനം വർക്കാവുന്നുണ്ട്, കാറൊക്കെ വിൽക്കുന്നുണ്ട്. ഞാൻ തന്നെ അന്തളിച്ചു പോയി. അതെ, ഇതിന് വലിയ കാര്യം നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ആയിട്ട് കുറച്ച് പെട്ടെന്ന് അന്ന് അധികം പേരില്ല, പെട്ടെന്ന് നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടി എളുപ്പം. ഹാലിഫാക്സിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ എല്ലാ കമ്മ്യൂണിറ്റികളിലും ഇങ്ങനെ ഗ്രൂപ്പിൽ മെസ്സേജ് അവിടെ അയച്ച് നമുക്ക് ഒരുവിധം നമ്മുടെ ഫേമസ് ആയി. ആളുകളിൽ കാർ മേടിക്കാനായി ഇല്ലെടുത്ത് പോയാൽ മതി, ഈ സെറ്റപ്പായി. അപ്പം നേരെ കാര്യം ഫസ്റ്റ് ഇയർ ഒക്കെ എനിക്ക് തോന്നുന്നു, ഫസ്റ്റ് ഇയർ എനിക്ക് തോന്നുന്നു ജൂണിൽ ഞാൻ കയറി. ഡിസംബർ ആയപ്പോഴേക്കും ഞാൻ 80 കാറായിട്ട് പറ്റി. ആ വർഷം 80 കാറായിട്ട് പറ്റി. അതെ. അതിന്റെ പിറ്റേ വർഷം 120 കാർ കിട്ടി. അടിപൊളി. ആ വർഷം 10 കാർ വെച്ച് ആവറേജ് 100 കാർ വെച്ച് ആ കമ്പനിയുടെ ടോപ്പ് ആവും. അപ്പൊ നമ്മൾ ടോപ്പ് സെയിൽസിലൊക്കെ വന്നാണ്. അതെ, ആ സാധനത്തിൽ അങ്ങനെ വന്നപ്പോ കാര്യം അത് കമ്മീഷൻ ജോലിയുണ്ടോ, കമ്മീഷൻ ജോലിക്ക് PR ഇല്ല. അങ്ങനെ ഉണ്ട്. ആ കമ്മീഷൻ ജോലി എനിക്ക് സാലറി ഇല്ലല്ലോ.
ഓ കമ്മീഷൻ മാത്രമേ ഉള്ളൂ? കമ്മീഷൻ മാത്രമേ ഉള്ളൂ, 100% കമ്മീഷനാ. അപ്പൊ അങ്ങനെ PR ഇല്ല. പിന്നെ എന്നാ കാര്യത്തിൽ അതിനകത്ത് പോയി കയറി ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അത് കുറച്ച് അറിയണേ, 1 വർഷം കഴിഞ്ഞപ്പോ അറിയണേ. അപ്പൊ ആ ടൈമിൽ നോക്കുമ്പോ ഇതിനകത്ത് നോക്കുമ്പോ NOC കോഡ് നോക്കുമ്പോ കാർ സെയിൽസ് പേഴ്സൺ എഴുതിയിട്ടുണ്ട്. അതിന്റെ അടിയിലേക്ക് ഞാൻ വായിച്ചു നോക്കിയില്ല, സാലറി ആയിരിക്കണം. അപ്പൊ 1 വർഷം കഴിഞ്ഞപ്പോ ഞാനപ്പോ നമ്മുടെ കമ്പനിയുടെ HR അടുത്ത് പോയി സംസാരിച്ച് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞിട്ട് ഞാൻ എന്നാ ഈ ഓണറിന്റെ അടുത്തൊക്കെ സംസാരിച്ചു, വലിയ കമ്പനിയാണത്. അപ്പൊ അവർ ഓണറിന്റെ അടുത്ത് പോയി സംസാരിച്ച്, അപ്പൊ ഓണറിന് അപ്പൊ ഒരു ഐഡിയ വരും. അപ്പൊ എന്നിട്ട് ഞങ്ങളുടെ ഡീലർഷിപ്പിലെ ജനറൽ മാനേജർ അടുത്ത് ചോദിച്ചു ഇവൻ എങ്ങനെയുണ്ട്, ഇവനോട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമുണ്ടോ? അവൻ വലിയ അസറ്റാന്നൊക്കെ പറഞ്ഞു പുള്ളി അടിച്ചു കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞപ്പോ കമ്പനിക്ക് അന്ന് വലിയ കാര്യം. അപ്പൊ അന്ന് നോക്കി കഴിഞ്ഞപ്പോ അവര് പറഞ്ഞതിന്റെ അടുത്ത് നിന്റെ കുറച്ച് ഇത് ഇൻകം ഞാൻ സാലറി എടുത്തു തരാം, കാര്യം ഒരു ഫിക്സഡ് സാലറി വെക്കാം, പക്ഷെ കമ്മീഷൻ കിട്ടും. അപ്പൊ നീ അതിന് മേളിൽ വിറ്റാ മതി എപ്പോഴും. കാര്യം മിനിമം ഒരു 2500 കണ്ടോ 2000 രൂപ വേണം ഒന്ന് ഇത് ക്വാളിഫൈ ആവാനായിട്ട് PR-നായിട്ട്. അപ്പൊ അവരതൊക്കെ അന്വേഷിച്ച് എനിക്ക് ഇത്രയും മിനിമം ഇത്രയും വെക്കാം, ആരും പറയരുത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ മേളിലേക്ക് നീ എല്ലാ മാസം ഉണ്ടായി കഴിഞ്ഞാൽ കമ്മീഷൻ നിനക്ക് കിട്ടും. പക്ഷെ മിനിമം ഗ്യാരണ്ടിയാ. ഒക്കെ ഈ കമ്പനി ആണെങ്കിൽ ഏത് കാർ സെയിൽസിലായാലും സാലറി ഇല്ലാത്ത ജോലി ആയിരുന്നു, എല്ലാം കമ്മീഷനാ. അപ്പൊ അങ്ങനെ ആ ജോലി കിട്ടി, സുഖമായിട്ട് പോയി. എൻ്റെ PNP-PR ആണ്, 2 വർഷം എടുക്കുന്ന സാധനമില്ലേ, കാര്യം നമുക്ക് AIPPക്ക് അന്ന് ഇത് ക്വാളിഫൈ ആവില്ലായിരുന്നു ഈ ജോലി. അപ്പൊ എന്നിട്ട് പിന്നെ എൻഡോഴ്സ്മെന്റ് അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്നത്, എൻഡോഴ്സ്മെന്റ് സംഭവം. ഞാൻ ഈ സാധനത്തിന് വെച്ച് ഇങ്ങനെ പിന്നെ വെയിറ്റിംഗ് ആണല്ലോ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് അവിടെ വെക്കുന്നതിന് മുന്നേ ഈ പറഞ്ഞ 3 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സ്പയർ ആയില്ലേ വർക്ക് പെർമിറ്റ്? അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്ലൈ ഒക്കെ ചെയ്തില്ലേ? അതിന് മുമ്പ് എക്സ്പയർ ആവണതിന് മുമ്പാണ് നമ്മള് ഈ സാധനത്തിന് അപ്ലൈ ചെയ്യണത്. ഏതിന്? PR-ന് അപ്ലൈ ചെയ്യണത്. ഓ ലൈക്ക് രണ്ടാമത് എക്സ്പയർ ആവുന്നതിന് ഇല്ല, ഫസ്റ്റത്തത് ലാസ്റ്റ് തീരാറാണ് ടൈമിലാണ് നമ്മൾ അപ്ലൈ ചെയ്യണേ. കാര്യം നമുക്ക് 2018 ആ ടൈമിലാണ് ഞാൻ അപ്ലൈ ചെയ്യണേ, തീർന്നിട്ടില്ല. അപ്പൊ അതിന് അപ്ലൈ ചെയ്തിട്ട് അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടും. കാര്യം PNP ത്രൂ ആയതുകൊണ്ട് 2 വർഷം എടുക്കും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം അതല്ല, ആ ഒരു സമയത്തൊക്കെ ലൈക്ക് കാരണം വർക്ക് പെർമിറ്റ് തീരുക ലൈക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തില് ലൈക്ക് ഈ പറഞ്ഞ ഒണ്ടാറിയോയില് ലൈക്ക് 500,000 പീപ്പിൾ ലൈക്ക് ആ ഒരു അത്ര ആൾക്കാരുടെ വർക്ക് പെർമിറ്റ് എക്സ്പയർ ഈ 2025-ലാവും. അപ്പൊ അവരുടെയൊക്കെ മാനസികാവസ്ഥ ഭയങ്കര വിഷയമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പം നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്കും തോന്നിയിട്ട് ശരിക്കും കാര്യം അത്രക്ക് ത്രില്ലായിരുന്നില്ല. അത് കാര്യം എന്ന് വെച്ചാൽ ഞാൻ അതിനു മുമ്പ് ഈ കമ്പനി ഇമിഗ്രേഷന്റെ ഒരു ലോയറിനായിട്ട് എന്നെ കൊണ്ടുപോയിരുത്തിയായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ് നമുക്ക് ആ തീരുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്താൽ മതി, അപ്ലൈ ചെയ്ത് കഴിയുമ്പോ വർക്ക് പെർമിറ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഉറപ്പ് തന്നു പുള്ളി, കിട്ടൂല എന്നുള്ള സാധനം എടുത്ത് പറഞ്ഞില്ല. കാര്യം നിനക്കൊരു സോളിഡ് ജോലി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇൻകം ഉണ്ട്, ഇതെല്ലാം വെച്ച് ടാക്സ് അടച്ചിട്ടൊക്കെ ഉണ്ട്, അപ്പൊ കുഴപ്പമില്ലാതെ പോയിക്കോളും. അതാണ് വിഷയം. ഇപ്പൊ അങ്ങനല്ല കേട്ടോ. ഇപ്പൊ മനുഷ്യ ലൈക്ക് എന്റെ ലൈക്ക് അവിടെ ഉള്ള ലൈക്ക് വീട്ടിലുള്ള ഒരു പുള്ളിക്കാരി തിരിച്ചുപോയി, വർക്ക് പെർമിറ്റ് തീർന്നു പോയി, തിരിച്ചുപോയി. ലൈക്ക് ഇപ്പൊ തന്നെ ഞാനൊരു 3-4 പേരുടെ കേസ് എനിക്ക് പേഴ്സണലി അറിയാം. വർക്ക് പെർമിറ്റ് തീർന്നിട്ട് എക്സ്റ്റൻഷൻ പോലും ഇല്ല ഇപ്പം. ലൈക്ക് തിരിച്ച് നാട്ടിൽ പറഞ്ഞു വിട്ടോണ്ടിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഇപ്പൊ കുറെ സീനുകൾ നടപ്പുണ്ട്. വന്നിട്ട് ഈ സംഭവം നേരെ തീരാറായി. ഇത് 2ാമത് എക്സ്റ്റൻഷൻ കിട്ടി. 2ാമത്തെ എക്സ്റ്റൻഷൻ കിട്ടി PNP-ക്ക് വെച്ച് അവിടുത്തെ എൻഡോഴ്സ്മെന്റ് സംഭവങ്ങളൊക്കെ കിട്ടി. എന്നിട്ട് PR-ന് വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കേ തീരാറാവാറായി. അപ്പൊ PR-ന്റെ അതിനകത്ത് ഇത് കാണിക്കുമല്ലോ, എന്നിട്ട് അന്ന് എസ്റ്റിമേറ്റഡ് ടൈം ഇപ്പൊ ഒരു 3-4 മാസം മുമ്പ് വർക്ക് സ്ഥലത്ത് കുറച്ച് പ്രശ്നമായി. എന്ന് വെച്ചിട്ടുമ്പോ ഈ PR കൊടുക്കുന്ന സാലറി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ അവര് പറഞ്ഞ് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റില്ല. അവര് റിപ്പോർട്ട് ചെയ്തു ഓൾറെഡി ഇമിഗ്രേഷൻ ഓഫീസിലാ. എന്ന് വെച്ചാൽ അവരായിട്ട് കുറച്ച് അലമ്പാന്ന് നിന്ന് അവര് പോയി റിപ്പോർട്ട് ചെയ്തു. കമ്പനിയുടെ പേര് കിട്ടിയതുകൊണ്ട് കമ്പനി. എന്നിട്ട് ഞാൻ കുറച്ച് അപ്പൊ എനിക്ക് ജോലി എൻ്റെ നീ ജോലി ചെയ്യുന്നോ കുഴപ്പമൊന്നുമില്ല, PR കിട്ടൂല ഇവിടെ നിന്ന് കഴിഞ്ഞാ. അങ്ങനെ ഒരു സെറ്റപ്പ് വന്നു. സീക്രട്ട് അല്ല, ഞാനപ്പോ അവിടുന്ന് അങ്ങനെ ഇറങ്ങാന്ന് വിചാരിച്ചു. ഞാന് വേറെ ജോലിക്ക് പോകാൻ വേണ്ടിട്ട്. PR വെച്ചിട്ട് എങ്ങനെയാ ജോലി വിടുന്നേ? PR വെച്ചിട്ടല്ല, PR-ന്റെ ഇത് വെച്ചിട്ട് എൻ്റെ അടുത്ത് അന്ന് ഇമിഗ്രേഷൻ്റെ ടീമോട് നമുക്ക്
നമുക്ക് ഓൾറെഡി അപ്ലൈ ചെയ്തേക്കണേണ്. അത് കാരണം പിന്നെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ ജോലിക്ക് കയറിയാൽ മതി ഒരു പൊസിഷനില്ല. അപ്പൊ എനിക്ക് പൊസിഷൻ വേറെ, അപ്പൊ ഞാൻ വേറെ പഠിച്ചിട്ട് അതിന് കയറാന്നുള്ള പരിപാടി. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ PR അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ജോബ് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ഓൾറെഡി 2 വർഷം അവിടെ നിന്ന് എക്സ്പീരിയൻസ് ആയി. ആ എക്സ്പീരിയൻസും എല്ലാം കഴിഞ്ഞ് അവർക്ക് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. ആ ഓൺ ദ സ്പോട്ടിൽ ഇവര് ഇമിഗ്രേഷൻ വിളിച്ചു പറഞ്ഞു. ഇറങ്ങാന്ന് പോണതേ പറഞ്ഞോളൂ ഞാൻ. അപ്പോഴും ഓൺ ദ സ്പോട്ടിൽ ഇവര് ഇമിഗ്രേഷൻ റിപ്പോർട്ട് ചെയ്ത് പിന്നെ ഇറങ്ങാൻ പോണ. എന്നിട്ട് അപ്പൊ തന്നെ അത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു നിനക്ക് PR വരാൻ പറ്റില്ല ഇവിടുന്ന്. അങ്ങനെ അവിടുന്ന് പിന്നെ എന്ന് വെച്ചാൽ HR ഇടയിൽ എന്തോ ഒരു വേറെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു ബാക്കിൽ, വേറൊരാളുടെ PR ആപ്ലിക്കേഷൻ. പക്ഷെ എനിക്കാണ് എന്നെ അഫക്ട് ചെയ്തത്. അപ്പൊ വന്നിട്ട് എന്റെ അടുത്ത് നിനക്ക് വേണമെങ്കിൽ പണിയെടുത്തോ വർക്ക് പെർമിറ്റ് തീരണവരെ. ഞാൻ എന്നിട്ട് HR അടുത്തൊക്കെ പോയി അതിന്റെ കമ്പനിയുടെ ഓണറുടെ അടുത്തൊക്കെ പോയി കരഞ്ഞു ഞാൻ. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കണം, കാര്യം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇത്രയും നാള് വെയിറ്റ് ചെയ്താണ്. PR ഇല്ലാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല, കാര്യം എനിക്ക് എങ്ങനെയെങ്കിലും ജോലി. അവര് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അവരെനിക്ക് ലെറ്റർ അന്ന് തന്നെയില്ലേ ഒരു ലെറ്റർ എടുത്ത് എന്റെ ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു ഞാൻ ഇനി ഈ കമ്പനിയിൽ ഇനി ഒരിക്കലും ജോലിക്ക് അപ്ലൈ ഇല്ല എന്നുള്ള ലെറ്ററിൽ സൈൻ ചെയ്ത് തന്നെ ഒന്ന് പറയേണ്ടത്. എന്റെ കമ്പനി വലിയ റെപ്യൂട്ടഡ് കമ്പനിയാ. 2 കൊല്ലം വർക്ക് ചെയ്ത് വന്നിട്ട് PR അപ്ലൈ ചെയ്ത് നോക്കിയിരിക്കുന്ന സമയത്തോ? അതെ, അത് കഴിഞ്ഞിട്ട് നിന്നെ ഇവിടെ ഇനി PR നിന്നെ സപ്പോർട്ട് ചെയ്യില്ല, നിനക്ക് ഇനി ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാനും പറ്റില്ല. അവരങ്ങനെ ചെയ്ത് എന്നിട്ട് നേരെ അവിടെ ഇറങ്ങി. അപ്പൊ തന്നെ വേറെ റെപ്യൂട്ടറുടെ വലിയൊരു കമ്പനി ഇവിടെ എനിക്ക് സെയിൽസ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഞാൻ നേരെ ആ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്ത് എന്റെ വർക്ക് പെർമിറ്റ് തീരായിരിക്കാണ്. അപ്ലൈ ചെയ്തപ്പോ തന്നെ അവര് ഓൺ ദ സ്പോട്ടിൽ വിളിച്ച് ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കാന്ന് പറഞ്ഞ സാധനം. ഞാനിവിടെ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു, ഇതാണ് സിറ്റുവേഷൻ, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇങ്ങനത്തെ എൻഡോഴ്സ്മെന്റ് ഒരു കോപ്പ് അറിയാൻ വേണ്ടവർക്ക് ഇവര് നേരെ AIPP ഇവിടുത്തെ ഇമിഗ്രേഷനിൽ വിളിച്ച് എന്നെ HR എത്തിയിട്ട് എന്തൊക്കെ ചോദിക്കണ്ടേന്ന് പറഞ്ഞു. അതൊക്കെ ചോദിക്കാൻ പറഞ്ഞു. അവരെന്റെ എൻഡോഴ്സ്മെന്റ് ചെയ്ത് അവര് കമ്പനി ഡെസിഗ്നേറ്റഡ് ആയി എനിക്ക് വേണ്ടിട്ട്. ഇതുവരെ AIP ചെയ്യാത്ത കമ്പനിയാ, 40 ഡീലർഷിപ്പ് ഉള്ള കമ്പനി. അത് ഇവരെനിക്ക് വേണ്ടിയിട്ട് കമ്പനി ഡെസിഗ്നേറ്റഡ് ആയി. എന്നിട്ട് പിന്നെ എന്നെ ഹയർ ചെയ്യാന്നുള്ള പേപ്പറൊക്കെ വെച്ചിട്ട് എന്റെ അടുത്ത് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് കുറച്ച് മാസം കൂടി ബാക്കിയുള്ളൂ വർക്ക് പെർമിറ്റിന്. ബിക്കോസ് ഓഫ് യുവർ സ്കിൽ ബ്രോ. ഒരു അസറ്റിനെ കിട്ടി, അവർക്കത് വേണം. ഞാൻ അസറ്റ് ആണോ എന്റെ അമ്മയുടെ പ്രാർത്ഥനയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങളുടെ അസറ്റ് തന്നെയാണ്. എന്റെ അമ്മ പ്രാർത്ഥനയുണ്ട് ഉറപ്പായിട്ടും. പുള്ളിക്കാരത്തി അന്ന് നേർച്ച തരാത്ത ഒരു പള്ളിയാ കേരളത്തിലില്ലാത്ത. എനിക്ക് മനസ്സിലാവും. അത് വന്നിട്ട് ഈ സാധനത്തിന് അപ്ലൈ ചെയ്ത് 1 വർഷം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 1 വർഷം തള്ളിപ്പോയി. കാര്യം ഡെസിഗ്നേറ്റഡ് ആവണം, പിന്നെ എനിക്ക് വർക്ക് പെർമിറ്റ് പുതിയത് വരണം. വർക്ക് പെർമിറ്റിന്റെ സെയിം ടൈമിൽ നമ്മൾ PR രണ്ടാമത് റീഅപ്ലൈ ചെയ്യും. കാര്യം എന്റെ അടുത്ത് അങ്ങനെ എന്തോ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പൊ കമ്പനിയുടെ ഡെസിഗ്നേഷനും എല്ലാം വരാൻ കുറെ ടൈം എടുത്തു. അപ്പൊ എന്റെ വർക്ക് പെർമിറ്റ് മറ്റേ തീർന്നു. അപ്പൊ എന്നിട്ട് ഇതിന് അപ്ലൈ ചെയ്ത് അപ്പൊ ഇമിഗ്രേഷനിൽ പറഞ്ഞ് ഞാൻ അപ്ലൈഡ് സ്റ്റാറ്റസിലാണെന്ന്. ഈ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തേക്കണ്, PR അപ്ലൈ ചെയ്യാൻ പോണം. അപ്പൊ അവര് സമ്മതിച്ച്. എന്നിട്ട് 1 വർഷം ഞാൻ ഊബർ ചെയ്ത് ഫുള്ള് ഊബർ ചെയ്ത്. എന്റെ പെങ്ങളും എന്റെ കൂടെ ഇപ്പുണ്ട്. അവളുടെയും ഇമിഗ്രേഷനിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുക. അപ്പൊ ഞാൻ ഊബറിലാണ് ഫുള്ള് കാശ് ഉണ്ടാക്കുന്നത്. നല്ല ഊബറിൽ ഫുൾ ടൈം ഊബറിലാണ് 80 മണിക്കൂർ 90 മണിക്കൂർ ഒരാഴ്ച ചെയ്യണേ. 100K ഈസിലി. ഞാൻ എങ്ങനെ പോയാലും ഒരു 1500 1600 എന്തൊരു കാശ് കയ്യിലുണ്ടായിരുന്നു. അത്രയും സിമ്പിൾ ആയിട്ട് ഉണ്ടാകുമായിരുന്നു. അന്ന് കാറ് വേറെ ഒന്നും ചെയ്യണ്ടല്ലോ, വണ്ടി ഓടിക്കുക, രാവിലെ ഇറങ്ങും വൈകിട്ട് വരെ. എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചത് വീട്ടിലേക്ക്, ഭയങ്കര റിച്ച് ആയിട്ട് നടക്കുന്നത്. അപ്പൊ അന്ന് ഈ ജോലി ഇപ്പുറത്ത് ഒരു ലൈഫ് എന്തോ ഒരു എങ്ങനെ പോണെന്ന് അറിയില്ല. PR കിട്ടുമോ ഇല്ലേ, കാനഡയിൽ നിൽക്കാൻ പറ്റുമോന്നും അറിയില്ല. എന്നിട്ട് നേരെ അത് കഴിഞ്ഞിട്ട് ഒരു കറക്റ്റ് 1 വർഷം പറയുമ്പോ നമ്മള് PR അപ്ലൈ ചെയ്ത് സെയിം ടൈമിൽ ജോലിക്ക് കയറുമ്പോ PR അപ്ലൈ ചെയ്ത് അതിനൊപ്പം വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്ത് വർക്ക് പെർമിറ്റും വീണ്ടും 2 വർഷത്തെ അടിച്ചിട്ട് എനിക്ക്. അപ്പൊ പിന്നെ എക്സ്റ്റൻഷൻ കിട്ടിയല്ലോ. എന്നിട്ട് പുതിയ ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അവിടെ 1 വർഷം വർക്ക് ചെയ്ത്. അത് കഴിഞ്ഞപ്പോഴാണ് കോവിഡ് തുടങ്ങണത്. കോവിഡ് തുടങ്ങിയിട്ട് അപ്പൊ 2ാമത്തെ വർഷം വർക്ക് പെർമിറ്റ് തീരാറായി. പെട്ടെന്ന് പോയാണ് ഞാൻ കഥ പെട്ടെന്ന് പറഞ്ഞു പോയി. 2ാമത്തെ വർഷം കോവിഡ് തീരാറായപ്പോ, കോവിഡില്ല ജൂണായി, കോവിഡില് ജൂണായപ്പോ ഞാൻ വെറുതെ അവരെ വിളിച്ച് എന്റെ വർക്ക് പെർമിറ്റ് തീരാറായി, ക്യാൻ ഐ അപ്ലൈ ഫോർ അദർ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞു. ഈ കമ്പനിയെ വിളിച്ച് ഞാൻ ചോദിക്കണം, ഓൾറെഡി വർക്ക് PR അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇതൊന്നും കിട്ടിയിട്ടില്ലല്ലോ, വർക്ക് പെർമിറ്റ് എനിക്കൊന്ന് വർക്ക് ചെയ്യണം. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു ജാനുവരിയിൽ PR കിട്ടി, നീ എന്തിനാണ് ജാനുവരിയിൽ PR കിട്ടിയ നീ എന്തിനാ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നത്? ഞാനപ്പോ എന്താ പറഞ്ഞേ
ഇത് എപ്പോഴാണ് വിളിക്കുന്നത്? ഞാൻ ആക്ച്വലി വിളിക്കുന്നത് ഓഗസ്റ്റിലെ അല്ല ജൂൺ അല്ല ഓഗസ്റ്റിലെ എന്റെ വർക്ക് പെർമിറ്റ് തീരണം. അതായത് ഈ 8 മാസം അറിഞ്ഞില്ല, കിട്ടിയത് അറിഞ്ഞില്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് 8 കൊല്ലം ഇരുന്നിട്ട്. കോവിഡിന്റെ ടൈമില് ഇവര് വന്ന മെയിൽ എവിടെയോ മിസ്സായി. ഇമിഗ്രേഷൻ കമ്പനി വഴിയാണ് അപ്ലൈ ചെയ്തേക്കണത്. മനസ്സിലായി. എനിക്കറിയാവുന്ന ഒരു കമ്പനി വഴിയാണ് അപ്ലൈ ചെയ്തേക്കണേ. പക്ഷെ ആ കമ്പനിയിലും ഇമെയിൽ വന്നില്ല മര്യാദക്ക്. ആ വന്ന ഇമെയിലും മിസ്സായി. ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ അവിടെ നടക്കാനിഞ്ഞ് ഇല്ലാണ്ടായി പോവില്ലേ. 8 മാസമായിട്ട് PR ആയിട്ട് ഞാൻ അറിഞ്ഞില്ല. എങ്ങനെയാണ് ജോലി വിടുന്നത്? സന്തോഷം എല്ലാം. കാര്യം അന്ന് കോവിഡിന്റെ ടൈമില് ഡീലർഷിപ്പില് ഞാനും വേറൊരുത്തിനും മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ബാക്കി എല്ലാരെയും അവർ ഫയർ ചെയ്ത്. ഫയർ വെച്ചാൽ ടെമ്പററി ലേ ഓഫ് ചെയ്ത്. കാരണം അത്രയും പേര് ആവശ്യമില്ല. അപ്പൊ എന്നെ അപ്പുറത്തുനിന്ന് ഇത്രയും കാശ് കൊടുത്ത് ഇറക്കിക്കൊണ്ടേ ഇതാണ്. അപ്പൊ ഞാനും വേറെ ചൈനക്കാരനുണ്ട് ഞങ്ങൾ. അപ്പൊ അന്ന് എന്താ ചെയ്യണത് ഞാൻ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കൊടുത്തു. ആ ഒരു ദിവസം ഉണ്ടല്ലോ, ആ PR കിട്ടുന്ന ദിവസം ഭയങ്കര സ്പെഷ്യലാ. എനിക്ക് ഭയങ്കര എക്സ്ട്രാ സ്പെഷ്യലാണ്. നാട്ടിൽ തിരിച്ചു പോന്നിരുന്നത് വയലിൽ നിന്ന് ഞാൻ അവിടുന്ന് ഇപ്പഴത്തെ സിറ്റിസൺഷിപ്പ് വരെ വന്നിരിക്കണത്. സിറ്റിസണായിട്ട് ഇപ്പൊ എത്ര വർഷം? 2 വർഷം ആറായി. അപ്പൊ അതാലോചിക്കുമ്പോ ഈ PR കിട്ടാത്തോണ്ടായിരുന്നു നാട്ടിൽ പോയിരുന്നേ. PR കിട്ടാണ്ടിരുന്നോണ്ടാണോ? PR കിട്ടില്ല. ആ ടൈമിൽ പോവാറുന്നു അല്ല, പക്ഷെ നാട്ടിൽ പോകാറുന്ന കാശ് വേണമല്ലോ. പിന്നെ നാട്ടില് PR ആയിട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ എല്ലാരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പോകാറ്. പിന്നെ ഈ സാമ്പത്തിക എല്ലാ കുറെ പ്രശ്നങ്ങൾ കാരണം പോയില്ല. അമ്മ എല്ലാ ദിവസം വിളിക്കും എങ്ങനെയെങ്കിലും പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായില്ല. അങ്ങനെ അത് അവിടെ നിന്നാണ് ഇവിടെ വന്ന് നിൽക്കണത് ഇപ്പൊ. കാര്യം എല്ലാരും ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ അവിടുന്ന് പെട്ടെന്ന് ഇവിടം വരെ എത്തിയതാണെന്ന്. കാര്യം ഒരുപാട് പേർക്ക് നമ്മളെല്ലായിടത്തും ഫേസ്ബുക്കിലായാലും എല്ലാ സോഷ്യൽ മീഡിയയിലും നമ്മുടെ നല്ല കാര്യങ്ങൾ മാത്രമേ ഇടുള്ളൂ. നമ്മള് കരയുന്ന ആരും അറിയണില്ല. ഞാൻ മാത്രം കരഞ്ഞല്ല, ലോകത്തുള്ള ഇവിടെ വന്നാൽ എല്ലാരും കരഞ്ഞിട്ടുണ്ടാവും ഒറ്റയ്ക്കിരുന്ന്. കാര്യം നമ്മള് കഷ്ടപ്പാടൊന്നും ആളെ കാണിക്കണത് നമ്മൾ പാത്രം കഴിക്കണത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും കാണില്ല. അത് നമ്മൾ എല്ലായിടത്തും പറയത്തുമില്ല. ഇല്ല അത് പറഞ്ഞാൽ നമുക്കൊരു കുറച്ചിലാണ്, നമുക്കൊരു നാണക്കേട് പോലെ നമുക്ക് തോന്നാറ്. പക്ഷെ നമ്മളെല്ലാരും ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പൊ അങ്ങനെയാണ് എന്റെ ഇമിഗ്രേഷൻ സ്റ്റോറി. അങ്ങനെ എല്ലാവർക്കും ഓരോ സ്റ്റോറി ഉണ്ടാവും. എല്ലാവരുടെയും കഥയും ഡിഫറെന്റ്. പിന്നെ എന്റെ അഭിപ്രായത്തില് നോസ്കോഷ്യക്ക് ഒരു പ്രത്യേകത ഉണ്ട്. PR കിട്ടും, ഉറപ്പായിട്ട് എങ്ങനെയൊക്കെ തരും. കാരണം എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട്. ലൈക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ മറ്റേ CEC കാനഡിയൻ എക്സ്പ്രസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം ഉണ്ട്. പിന്നെ അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം ഉണ്ട്. ഇത് പിന്നെ ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് പല വഴികൾ. അങ്ങനെ ഒരാളുടെ കഥ ഞാൻ പറഞ്ഞിട്ടെ. ഇവിടെ മലയാളിയായിട്ടൊരു പുള്ളി IELTS ചെയ്താതെ PR കിട്ടിയിട്ടുണ്ട്. ഇവിടെ IELTS ഇല്ലാണ്ട് കിട്ടിയോ? പുള്ളി ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിലാണ് വർക്ക് ചെയ്തത്. അത് അവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസർ മറ്റേ ഇമിഗ്രേഷനിൽ പ്രൂവ് ചെയ്ത് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് ഇംഗ്ലീഷിന്റെ ആവശ്യമില്ലാന്ന് എനിക്ക് PR കിട്ടി. അതെ പക്ഷെ നമ്മൾക്കറിയില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇമിഗ്രേഷൻ ഓഫീസിലൊക്കെ അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ആരും പറഞ്ഞു തന്നിട്ടില്ല. നമുക്കത് വേണ്ട, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. പക്ഷെ അന്നത്തെ സിറ്റുവേഷൻ അല്ല. ഇപ്പൊ 2020 എനിക്ക് അന്ന് കിട്ടിയതുകൊണ്ട് കിട്ടി. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ തീർന്നാനേ പരിപാടി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അപ്പൊ അത് കഴിഞ്ഞപ്പോ കൊറേ സ്ഥലത്തെ ഇമിഗ്രേഷൻ എടുത്ത് മാറ്റിയില്ലേ. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ടൈം കഴിഞ്ഞു. അതെ, ഫ്ലെക്സിബിലിറ്റി ടൈം 2021 2022 വരെ. അതെ, ലൈക്ക് അവിടെ വെച്ചിട്ട് നമ്മുടെ ലൈക്ക് എല്ലാ ഒരു ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളും എല്ലാം തീർന്ന് ഇപ്പം കഷ്ടപ്പാടാ. ഇപ്പൊ ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെയാണ് ഇപ്പൊ കമ്പാരിറ്റീവ്ലി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ NOC സാധനങ്ങളല്ല, OABC ഇതിനകത്ത് കുറെ സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞല്ലോ. അതൊക്കെ മാറി ഇപ്പൊ മറ്റേ Tier 1 Tier 2 Tier 3 അതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ മറ്റേ NOC കോഡെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇപ്പൊ ടിയർ സാധനങ്ങളാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത്. സെയിം സാധനം തന്നെ, ഓർഡർ ലെവല് Tier 1 അങ്ങനെ B സാധനം അതൊക്കെ തന്നെയാണ്. കാര്യം മിക്ക ആളുകളും എനിക്ക് തോന്നുന്നു റെസ്റ്റോറന്റ് കാര്യം ഇവിടെ വന്ന എളുപ്പത്തിൽ PR കിട്ടാൻ B കാറ്റഗറി എന്ന് വരുമ്പോ റെസ്റ്റോറന്റിൽ ഇപ്പൊ ഒരു ഷെഫായിട്ടും അതൊക്കെ ഇറക്കി കഴിഞ്ഞാൽ B കാറ്റഗറിയിലാണ്. അപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ആ സാധനം എടുത്ത് മാറ്റിയപ്പോ അതുകൊണ്ടാണ് ഇപ്പൊ കുറെ പേരെ ജോലി പോയി. വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റണില്ല, ഈവൻ റിന്യൂ ചെയ്യാൻ പറ്റണില്ല. ഇങ്ങനെ കുറെ അവസ്ഥ പിടിച്ചിട്ടുണ്ട്. കുറെ പേര് ഇപ്പൊ എന്തൊട്ടെ
റിവേഴ്സ് മൈഗ്രേഷൻ ആണ് അന്ന്. ലൈക്ക് എത്ര പേരാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലൈക്ക് എന്റെ അവിടുത്തെ ആ പുള്ളിക്കാരി പോയി, ലൈക്ക് എനിക്ക് അറിയാവുന്ന പേഴ്സണലി കുറെ പേര് ഇങ്ങനെ ഇരിക്കുവാണ് ഇപ്പം. ലൈക്ക് റിവേഴ്സ് മൈഗ്രേഷൻ ഭയങ്കര, ലൈക്ക് അതിപ്പോ ഇവിടെ മാത്രമല്ല, അതിപ്പോ UK-ലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ലൈക്ക് എല്ലായിടത്തും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലാണെങ്കിൽ അവിടെ ഇതൊന്നും വേണ്ട, പുള്ളിക്കാരൻ മറ്റേ ഫ്ലൈറ്റ് ഒക്കെ വിട്ടോളൂ, വിലങ്ങൊക്കെ വെച്ചിട്ടാണ്. എന്തൊരു തുഷ്ടത്തര കാണിച്ചോണ്ടിരിക്കണേ. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് പുള്ളി. ഇപ്പൊ ഇവിടത്തെ പറയുമ്പോ ഇപ്പൊ ഇപ്പോഴത്തെ പിള്ളേർക്ക് കാര്യം ഇപ്പൊ ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആളുടെ വന്നതും കുറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ. പിന്നെ ഇതിന്റെ ഇടയിൽ ഇവര് ഇതും മാറ്റിയില്ല, മറ്റേ കോളേജുകള്, കുറെ കോളേജുകൾ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് കിട്ടൂല എന്ന് പറഞ്ഞ ലൈക്ക് സ്പെസിഫിക് കുറെ. കാരണം എന്തുമാത്രം കോളേജുകളായിരുന്നു ഈ കഴിഞ്ഞ പറഞ്ഞ 18 തൊട്ടുള്ള കാലഘട്ടത്തില്. ലൈക്ക് അവിടെ ഇവിടെ എല്ലാം ചുമ്മാ കോളേജുകൾ. പിള്ളേര് പണിക്ക് പോലും അവിടെ അങ്ങോട്ട് പഠിക്കാനൊന്നും പോകത്തൊന്നുമില്ല. ജസ്റ്റ് വന്ന് ലൈക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നു, ക്ലാസ്സിനൊന്നും അറ്റൻഡ് ചെയ്യാണ്ട് പോയി പണിയെടുക്കുന്നു. ആ സെറ്റപ്പ് ആയിരുന്നു. കാരണം ഈ കോവിഡിന്റെ സമയത്ത് പഠിക്കുന്നവർക്ക് 20 മണിക്കൂറല്ല, ലൈക്ക് 40 മണിക്കൂർ വരെ ഫുൾ ടൈം വർക്ക് ചെയ്യാമെന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ കുറച്ച് നാളത്തേക്ക്. ഇപ്പൊ അതില്ല, നമ്മള് പഴയ പോലെ തന്നെ തിരിച്ചെത്തി. അതായത് പഠിക്കുന്ന സമയത്ത് 20 മണിക്കൂർ, അത് കഴിഞ്ഞാൽ പിന്നെ 40 മണിക്കൂർ, ആ ഒരു സെറ്റപ്പിലോട്ട് ഇപ്പൊ മാറി. പക്ഷെ ആ സമയത്ത് ലൈക്ക് കുറഞ്ഞ ആൾക്കാർ പണിയെടുക്കുക. പിള്ളേർ വന്നിട്ട് കോളേജിലൊന്നും പോകത്തൊന്നുമില്ല. അപ്പൊ പിന്നെ ആ ഒരു കോളേജിന്റെ ആ ഒരു സിസ്റ്റം, ലൈക്ക് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇപ്പൊ അവന്മാരെടുത്ത് മാറ്റി. ഇപ്പൊ സ്പെസിഫിക് കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് പഠിക്കുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് PG അല്ലെങ്കിൽ ഈ പറഞ്ഞ വർക്ക് പെർമിറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു ലെവലിലോട്ടാണ് ഇപ്പം പൊക്കോണ്ടിരിക്കണേ. നീ ഇമിഗ്രേഷൻ വലിയ പണ്ഡിതനാണോ? ഞാൻ PR വെച്ച് എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ടെന്നറിയോ? ലൈക്ക് ഞാൻ മറ്റേ TR to PR ഒക്കെ ചാറപറ ലൈക്ക് ഫുൾ നൈറ്റ് ഒക്കെ ഇരുന്ന്, ലൈക്ക് പിള്ളേർ വരും, ലൈക്ക് എന്റെ കൂടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഇതെല്ലാം വെക്കാനായിട്ട് എന്റെ കൂടെ വന്നിരിക്കും. രാത്രി ഫുൾ ഇരുന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്യും. കാരണം TR to PR ഒരു സമയം ഉണ്ടായിരുന്നു, ആ ഒരു വെളുപ്പിന് 2 മണി 3 മണി റേഞ്ചില് അപ്പോഴേ തുറക്കത്തുള്ളൂ. ഇങ്ങനെ നോക്കിയിരുന്ന് ഇങ്ങനെ ചാറപറ പറഞ്ഞ് അപ്ലൈ ചെയ്യുക. ഞാൻ ഈ മറ്റേ ഈ പറയുന്ന ലൈക്ക് എനിക്ക് അറിയാവുന്ന 2-3 ലൈക്ക് ഇമിഗ്രേഷൻ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ആൽബർട്ടിലൊക്കെ ഉള്ളൊരു ചേച്ചിയുണ്ട്, പുള്ളിക്കാരിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യുമായിരുന്നു എന്നെ. അപ്പം എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പോയി ചോദിക്കും, അപ്പൊ എനിക്ക് പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ പഠിച്ചതാണ്. വേറൊരു സംഭവം നടന്നിട്ടുണ്ട്, കുറെ സ്കാമും നടന്നിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ. ഇതിനകത്ത് ഇപ്പൊ ഈ കുറെ കോളേജുകള് ഇല്ലീഗലായിട്ടാണ് കോളേജിലേക്ക് കൊണ്ടുവരുന്നത്. കാര്യം ഇമിഗ്രേഷൻ കമ്പനികൾ, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് കൂടുതൽ ഈ സംഭവം നടന്നിരുന്നത്. കാര്യം പിള്ളേരെ ഇങ്ങോട്ട് വിടണവര് അണ്ട് നേരെ ഒരു കോളേജ് പിള്ളേരുടെ അവിടെ പറഞ്ഞിട്ടും അങ്ങനെയാണ് വിടണേ. നിങ്ങൾ അവിടെ പോയാൽ മതി, അവരെന്നെ പരീക്ഷയ്ക്ക് ജയിപ്പിച്ചു തരും, എന്തെങ്കിലും കൊടുത്താൽ മതി. അങ്ങനെ കുറെ കോളേജ്, ഒണ്ടേരിയിൽ കുറെ കോളേജിന്റെ ലൈസൻസ് ഒക്കെ എടുത്ത് കളഞ്ഞായിരുന്നു. മിസ്യൂസ് ചെയ്തു. ലൈക്ക് അത് കാരണം ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. കാര്യം ഇവിടുത്തെ ഗവൺമെന്റിന് ഇതറിയാർന്ന്. പിന്നെ അതൊരു എക്സ്ട്രീം ആയപ്പോ ഇവര് മനസ്സിലായി, ഇവര് കയ്യിൽ നിന്ന് പോകുന്നു. പിള്ളേരുകള്. കാരണം നമ്മുടെ ഇവിടുത്തെ ഈ നോവസ്കോഷ്യ തന്നെ പറയുവാണെങ്കിലും, ഞാൻ വന്ന ടൈമിലായാലും ഇപ്പൊ ഈ 2018 2020 ടൈമിലൊക്കെ ഇവിടെ ആളുകളില്ല, ആളുകൾ കുറവാണ്. ഞാൻ വന്ന സമയത്തുണ്ടല്ലോ സിഡ്നിയിലുള്ള ലൈക്ക് അവിടെയുള്ള മലയാളികളെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ലൈക്ക് കാരണം അത്രയും ആൾക്കാരേ ഉള്ളൂ. അതുകാരണം തന്നെ നമ്മൾ അവരുടെ വീട്ടിൽ പോകുന്നു, ഇവർ ഇങ്ങോട്ട് വരുന്നു, അത്രയും പേരേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴോ ആൾക്കാർ പിള്ളേരെ തട്ടിട്ട് നടക്കാൻ പറ്റത്തില്ല. ആ സെറ്റപ്പ് ആരും അറിയത്തില്ല ഇപ്പൊ. അതെ. അപ്പൊ അങ്ങനെ ചൊറ ആളുകൾ വന്ന് ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ട്രാഫിക് നേരത്തെ രാവിലെ വൈകിട്ട് ട്രാഫിക് ഉണ്ടാകുന്ന സാധനം ഇപ്പൊ നേരെ ഫുൾ ഡേ ട്രാഫിക്കാ. ആ മാതിരി പിന്നെയും ആ ടൈമിൽ ആളുകൾ PR അടിക്കുന്നു, നേരെ വിടെയാണ് തിരിച്ച് ടൊറന്റോയ്ക്ക് പോയിരുന്നു. നേരെ അത് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞപ്പോ നേരെ ട്രെൻഡ് ഇവിടെ നിൽക്കാൻ തുടങ്ങിയ ആള്. കാര്യം അതായപ്പോഴാണ് ഇവിടുത്തെ ഇത്രയും ക്രൗഡ്. ഒന്നാമത് ഇവിടുത്തെ സിറ്റി ഇത്രക്ക് വരുന്ന ആളുടെ പ്രതീക്ഷിച്ചിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഇനി അവര് ഡെവലപ്പ് ചെയ്ത് എടുത്തോണ്ടിരിക്കണുള്ളൂ. അതിന് ഇനി 20 വർഷം കൊടുക്കും. അതാണ് ഇവിടുത്തെ ഡെവലപ്മെന്റ് ഭയങ്കര ബാക്കിലേക്ക്. നാട്ടിൽ ഇതിലും കൂടുതൽ ഡെവലപ്മെന്റ്. ഞാൻ സ്ഥിരം മറ്റേ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ വിളിക്കുമ്പോഴല്ലേ മറ്റേ കൂട്ടുകാർ നാട്ടിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക്, എടാ 30 കൊല്ലം കേരളം ഒരു 30 കൊല്ലം മുന്നേ എങ്ങനെയാണോ ആ ഒരു സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇവിടെ ബസ്സില്ലടോ, നടന്നു പോണോടോ, വലിയ കഷ്ടപ്പാടാ. നമ്മുടെ അപ്പനപ്പന്മാരൊക്കെ മറ്റേ കാടും മലയൊക്കെ താണ്ടി സ്കൂളിൽ പോകുന്നില്ലേ, ആ സെറ്റപ്പിലാണ്. അവിടെ അങ്ങനെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ഇച്ചിരി ഡെവലപ്പ് ആയി. എന്നാലും ഞാൻ ഇപ്പോഴും ഡെവലപ്പ് ആയെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അല്ല, അവിടെ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ പക്ഷെ കുറെ ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. ഓൾറെഡി സ്ലോഡ് ആണ്. ഇപ്പൊ ലൈക്ക് റെന്റിനാണെ പോലും ലൈക്ക് ഇല്ല, ലൈക്ക് പിള്ളേരില്ല ഇപ്പൊ അവിടെ.
ഭയങ്കര സ്ലോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് ആണ് ഇപ്പം സിഡ്നി ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം തിരിച്ചു വരും. അതാണ് ഇമിഗ്രൻസ് ഇല്ലാണ്ട് കാനഡയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതെല്ലാം തിരിച്ചു വരും. കാര്യം ഇമിഗ്രൻസ് കൊണ്ട് ബിൽഡായ ഒരു കൺട്രിയാണത്. അതെ, കാര്യം അല്ലെങ്കിൽ ഇവിടെ ഇൻകം സംഭവമൊന്നുമില്ല. ഇപ്പൊ കാനഡിയൻസ് പണിയെടുക്കണമെന്നല്ല പറയണേ, പ്രൊഡക്ഷൻ ഇല്ല. കാര്യം എല്ലാം ഈ പുറത്തുനിന്ന് വന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് കൂടുതൽ. ഈ കാശ് വന്നു കഴിയുമ്പോൾ ഈ കൺട്രി ഡെവലപ്പ് ആവും. അത് ഓൾമോസ്റ്റ് എല്ലാ കൺട്രികളും അങ്ങനെയാണ്. ഈ നോർത്ത് അമേരിക്കയിലുള്ള കൺട്രികളും എല്ലാം അങ്ങനെയാണ്. യു എസിൽ പോയാലും ഏറ്റവും കൂടുതൽ കാശുകാരൊക്കെയാ ഈ വൺ ഓഫ് ദ ഇന്ത്യൻസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്. ഇതൊക്കെ ഏറ്റവും കാശുള്ളവരാ അവിടുത്തെ. ഇവിടെ ഉള്ള ജനിച്ചു വളർന്ന സായിപ്പന്മാരെന്ന് പറയുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ കാനഡയിൽ എന്ന് പറയുമ്പോൾ അമേരിക്ക എന്ന് പറയുമ്പോൾ സായിപ്പന്മാര് ഇങ്ങനെ സെറ്റപ്പാണല്ലോ. അപ്പൊ ഇവിടെ ഉള്ളവര് അടുത്ത സെയിം എമൗണ്ട് കാശ് ഇമിഗ്രൻസ് ഇവിടെ വന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവരും പണിയെടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെ പണിയെടുപ്പ് ഞാൻ വിശ്വസിക്കത്തൊന്നുമില്ല. ലൈക്ക് പണിയൊന്നും എടുക്കത്തില്ലെന്ന് അവര്. ലൈക്ക് ഇവര് മറ്റേ ബർഗർ കിങ്ങിലൊക്കെ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ലൈക്ക് നമ്മള് പണിയും എടുക്കണം, കാശുണ്ടാക്കണം, ലൈക്ക് അല്ലാണ്ട് നമ്മൾ ജീവിക്കാൻ പറ്റത്തില്ല. ഇവര് എല്ലാ ദിവസവും സിക്കുളിയാ. ലൈക്ക് പണിക്കും വരത്തില്ല. ലൈക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തേരാപ്പാര മറ്റേ ഫോണും പിടിച്ച് സൈഡിൽ പോയിരിക്കുക, പണി എടുക്കാന്ന് പറഞ്ഞ പരിപാടിയില്ല ഒരു കാര്യം. വേറെ ഞാൻ ഇവരെ കുറച്ച് പറയട്ടെന്ന് കുറച്ച് പൊക്കിക്കൊടുത്തത് കാര്യം എന്ന് വെച്ചാൽ ഇവര് മെയിൻ ആയിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഈ പേച്ചക്ക് അടുത്ത പേച്ചക്ക് ഒരു എത്തിയാൽ മതി. എങ്ങനെയെങ്കിലും എല്ലാവരും അങ്ങനെയല്ല. ബട്ട് ഒരു 80% ആള് ഞാൻ കണ്ടേക്കണൊക്കെ എല്ലാരും അല്ല ഞാൻ പറയുന്നത്, കുറച്ച് ആൾക്കാർ ഇവരെങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചാ മതി. നമ്മുടെ ആളെന്ന് പറയുമ്പോ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം, നാട്ടിലേക്ക് അയക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം. 1000 രൂപ കിട്ടുമ്പോൾ 10,000 രൂപയുടെ ചെലവ് നമ്മൾ ഓൾറെഡി മനസ്സിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കണവരെ നമ്മൾ കൂടുതൽ നമ്മൾ ഈ നാട്ടിലേക്ക് വന്ന കാശുണ്ടാക്കാനാണല്ലോ. ആ ഒരൊറ്റ ഇതും കൊണ്ടാണ് ഇമിഗ്രൻസ് എന്നുള്ള നമ്മള് അത്രയും നല്ല സംഭവം നാട്ടിലുണ്ട്. അത് കാണാണ്ട് ഈ നാട്ടിലേക്ക് കയറി വന്നു. അത് ഇവിടെ കയറി വന്ന് കുറച്ചാളെയുമ്പോ നമുക്ക് മനസ്സിലാവുള്ളൂ നാട്ടിലെങ്ങനെ അന്ന് എന്തെങ്കിലും കാണിച്ച് നിന്നിരുന്നെങ്കിൽ അവിടെ നന്നായനെന്ന്. എന്താ പറയാ, തിരിച്ചു പോകുന്ന പരിപാടി ഉണ്ടല്ലോ. ലൈക്ക് വൺ ഓഫ് ദ റീസൺ ഇതൊക്കെ തന്നെയാണ്. ലൈക്ക് എത്ര ഉണ്ടാക്കിയാലും കൈ നിക്കണില്ല. ലൈക്ക് ടാക്സ് ആയിട്ട് പോകുന്നത്, ലൈക്ക് എന്തൊക്കെ ടാക്സാ പിടിക്കണത്. ലൈക്ക് നമ്മള് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ശമ്പളം വരുമ്പോൾ നമുക്ക് ടാക്സ് പിടിക്കുന്നത്, സാധനം വാങ്ങുമ്പോൾ നമ്മൾ ടാക്സ് പിടിക്കുന്നത്, അതെല്ലാം കഴിഞ്ഞിട്ട് ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ വീണ്ടും അവർ കൊണ്ടുവന്നു. ലൈക്ക് കയ്യിൽ നിൽക്കണില്ല. പേച്ചക്ക് ടു പേച്ചക്കാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് ഈ പറഞ്ഞ ഈ റീമൈഗ്രേഷൻ വരുന്നതിന് തൊട്ട് ഇപ്പൊ ഭയങ്കര ഹാർഡായിട്ട് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതിന് തൊട്ട് മുന്നായിട്ട് അപ്പോഴും റീമൈഗ്രേഷൻ ഉണ്ടായിരുന്നു. ഈ ദുബായിലും ലൈക്ക് അവിടെയൊക്കെ ഉള്ള കാശുകാര് ആൾക്കാരൊക്കെ ഇവിടെ മക്കളെ പഠിപ്പിക്കാൻ വിടും. ലൈക്ക് ഇവരെ ലൈക്ക് ചില്ലായിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് പഠിത്തം കഴിയുമ്പോഴത്തേക്ക് അമ്മമാര് തിരിച്ചു പോകുന്ന സെറ്റപ്പ് അങ്ങനത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര എക്സ്ട്രീം ആയിട്ട് ഞാൻ എനിക്കറിയാവുന്നൊരു നമ്മുടെ കൂട്ടുകാരൻ ഇവൻ ഇവിടെ വന്നിട്ട് എന്റെ ടൈമിൽ വന്നതാ. അവൻ ഇവിടുത്തെ എല്ലാം നിർത്തി നാട്ടിലേക്ക് പോയി. കംപ്ലീറ്റ്ലി വീടൊക്കെ വിറ്റ് ഇവിടെ നേഴ്സായിരുന്നു, ആൽബർട്ടിലായിരുന്നു. അപ്പൊ നിർത്തിപ്പോയി. ഞാനപ്പോ അവൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ റിവേഴ്സ് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞ സാധനം നീ ചൂസ് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സാലറി, നമ്മൾ ഇത്രയും കാശ് ഉണ്ടാക്കാനാണ് ഈ കൺട്രിയിലേക്ക് വന്നത്. എത്ര കാശ് ഉണ്ടാക്കിയാലും ടാക്സും ചെലവ് ഇവനിങ്ങനെ പറഞ്ഞു $3000 മോർഗേജ് അടിച്ച് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. നാട്ടിൽ സ്വന്തമായിട്ടൊരു വീട് കിടക്കേ. അപ്പൊ എന്തിനാണ് ഞാൻ ഇത്രയും നാട്ടിൽ നിന്ന് ചിന്തിക്കുമ്പോ 1.5 ലക്ഷം രൂപ 1.25 ലക്ഷം രൂപ നമ്മള് ഇവിടെ ഒരു വീടിന് കൊടുത്തോണ്ടിരിക്കുക. അത് 25-30 വർഷം അടയ്ക്കണം. നമ്മള് ജീവിതകാലം മൊത്തം ഈ നാട്ടിൽ നിൽക്കും, നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. അത് നമ്മൾ ഇത്രയും കാശ് അടക്കുന്നു, പ്ലസ് ഇത്രയും ടാക്സ് കൊടുക്കണം. പിന്നെ നമ്മളെ നാട്ടില് നമ്മുടെ കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ആഘോഷങ്ങൾ മിസ് ചെയ്യണം. ഇത്രയും സംഭവങ്ങൾ മിസ് ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും റിട്ടേൺ കയ്യിൽ വേണ്ടേ. ആ സാധനം അവൻ പറഞ്ഞ് 13 വർഷമായിട്ട് കാനഡയിൽ വേണ്ടി എനിക്ക് ഒരു ദിവസം പോലും കിട്ടിയിട്ടില്ല. എന്തിനാ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇവിടെ വരുമ്പോ ഇവര് നമ്മള് ഇവിടെ ഉള്ളവരെ കളിയാക്കണ്ടല്ലോ, പേച്ചക്ക് ടു പേച്ചക്ക്. ഈ സെയിം സംഭവം തന്നെ നമ്മൾ ചെയ്യുന്നു, പക്ഷെ നമ്മൾ കൂടുതൽ പണിയെടുക്കുന്നു. നമ്മുടെ ഇൻകം കൂടുതലാണ്, ബട്ട് സെയിം ടൈം നമ്മള് ചെലവാക്കുന്നു അതേപോലെ കൂടുതലുണ്ട്. നമ്മുടെ കയ്യിലൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ കഴിയുമ്പോൾ ഒരു വീട് മേടിക്കുന്നു, കാറ് മേടിക്കുന്നു, ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഇങ്ങനെ സംഭവങ്ങളൊക്കെ മേടിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിൽക്കുകയാണ്. ഇതിനൊക്കെ അടയ്ക്കാൻ വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് എന്നിട്ടുള്ള കയ്യിൽ നേരെ തിരിച്ച് നാട്ടിലുള്ളവരോ അവിടെ പിടിച്ചു നിന്നവര് എന്തൊക്കെയോ ചെയ്ത് നാട്ടിൽ നടപ്പുണ്ട്. ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്താലും ഫുഡ് ഉണ്ടാവും നാട്ടില്, താമസിക്കാൻ ഒരു സ്ഥലം ഉണ്ടാവും കിടക്കാൻ. ഇപ്പൊ കൂട്ടുകാരനെ ഇപ്പൊ എനിക്ക് പറയണ്ടേടാ എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് വന്നില്ലേ, നമ്മളിവിടെ ഫേസ്ബുക്കിൽ ഇത് മൊത്തം കണ്ടിരിക്കണേ. എല്ലാ മെമ്മറീസ് നമ്മൾ ഉണ്ടാക്കി 50-60 വയസ്സാകുമ്പോ നമ്മൾ തിരിച്ചാക്കാൻ നമ്മുടെ നാട്ടിലേക്ക് പോയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അതെ, അതാണ് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ നാട്ടിലേക്ക് അവൻ പോകാനുള്ള കാരണം. അതൊക്കെ കാരണമാണ് ആൾക്കാർ എന്റെ നെഞ്ചിൽ എനിക്കൊന്ന് അടിച്ചെനിക്ക് ശരിക്കും അവൻ പറഞ്ഞപ്പോ
നമ്മളെല്ലാം മിസ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്നിട്ട് നമുക്ക് എന്തുട്ടാ കിട്ടുന്നത്, ശരിയല്ലേ? സത്യമാണ്. അപ്പൊ ആ സാധനം റിവേഴ്സ് ഇമിഗ്രേഷൻ ഇപ്പൊ നമ്മളെ ഫേസ്ബുക്ക് റീല് നോക്കി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോ സാധനം വരും. മറ്റേ സോഷ്യൽ മീഡിയ തുറന്നാ അതാ വരുന്നേ. ലൈക്ക് ഫുൾ ടൈം ഇപ്പൊ അത് തന്നെയാണ് റീമൈഗ്രേഷൻ. ആൾക്കാരെല്ലാം തിരിച്ചു പോകുന്നു, ഇവിടെ നിന്നിട്ട് എന്തിനാ കാര്യം, നമ്മൾ പോവാണ്. ആ സെറ്റപ്പിലാണ് എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുന്നത്. കുറെ പേർക്ക് വർക്ക് പെർമിറ്റ് കിട്ടാണ്ട് പോകുന്നുണ്ട്, ഇപ്പൊ കുറെ പേർക്ക് PR കിട്ടാണ്ട് പോകുന്നുണ്ട്, കുറെ പേർക്ക് ഇതേപോലെ എല്ലാം നിർത്തി പോകുന്നുണ്ട്. സത്യം. ലൈക്ക് അതാണ് ലൈക്ക് വൺ ഓഫ് ദ ലൈക്ക് അതർ കാര്യം ഞാൻ പറയാൻ വന്നത്. അതായത് നേരത്തെ ലൈക്ക് ഇതേപോലെ സിറ്റുവേഷൻസ് കാരണം തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഫോഴ്സ്ഫുള്ളി പൊക്കോണ്ടിരിക്കുകയാണ്. റീമൈഗ്രേഷൻ ഭയങ്കരമായിട്ട് വർക്ക് പെർമിറ്റ് തീർന്നു പോകുന്നു, PR കിട്ടാണ്ട് ആൾക്കാർ ലൈക്ക് ഫോഴ്സ്ഫുള്ളി ലൈക്ക് അവർ ഇത്ര കഷ്ടപ്പെട്ട് വന്നതാ, പൈസ മുടക്കി വന്നതാ, പക്ഷെ എന്നിട്ടും കിട്ടണില്ല. തിരിച്ചു പോകുമ്പോ മിക്കവരുടെ മെമ്മറി എന്നിട്ടാണെന്നറിയാം. ഇപ്പൊ ഈ റീൽസിൽ കാണുമ്പോഴേ അവർ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയാണത് ഈ കാനഡയിൽ നിന്ന് എന്തിട്ടാ പഠിച്ചത്, ഈ കാനഡയിൽ എത്ര നാൾ നിന്നാലും ഈ നേരത്തെ പറഞ്ഞ സാധനം ഒന്നുമില്ല, കുറെ ഡെറ്റ്, കുറെ ഒരു സൈക്കിളിൽ കിടക്കണം നമ്മള്. ആ സൈക്കിൾ ആ ബബിളിന്റെ അകത്ത് നിന്നിട്ട് രക്ഷപ്പെടാണ്ട് നമ്മൾ ഇങ്ങനെ ജീവിച്ചോണ്ടിരിക്കുക. പക്ഷെ അവൻ ആ നാട്ടിൽ ചെന്ന് കഴിയുമ്പോ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് ഈ പറഞ്ഞ റിസ്ക് കുറച്ചും കൂടി എടുക്കാൻ പറ്റും. നമുക്കിവിടെ റിസ്ക് എടുക്കാൻ സാധനം എല്ലാവരും എടുക്കില്ല, കാരണം നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഈ ബില്ല് അടക്കണം, ആ ബില്ല് അടക്കണം. നാട്ടിലൊരു ബില്ല് അടച്ചില്ലെങ്കിലും 2 മാസം അടച്ചില്ലെങ്കിൽ ബാങ്കിൽ ചെന്ന് കാര്യം പിടിച്ച് കഴിഞ്ഞാൽ സമയം തരും. ഇവിടെ അങ്ങനെ സംഭവം ഉണ്ടോ? ഇല്ല. ഇവിടെ ഒരു ബില്ല് അടച്ചു നേരെ അത് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ വരും, കളക്ഷനിൽ പോകും. പിന്നെ ഇവിടെ വീട്ടിലിരിക്കാനേ പറ്റില്ല. കളക്ഷനിലൊക്കെ പോയാൽ പിന്നെ പറയണ്ട, ഒരു സാധനം തരത്തില്ല, ഒരു ഫോൺ പോലും വാങ്ങിക്കാൻ പറ്റത്തില്ല. പിന്നെ ഫോൺ വേണ്ട. ഇപ്പൊ നിനക്കൊരു ഈ കുപ്പി ഫൈനാൻസിൽ എടുക്കണോ? പറ്റില്ല. അതുപോലും കിട്ടില്ല. ഇപ്പൊ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, എല്ലാം അവർ ബ്ലോക്ക് ചെയ്ത് കളയും. ഇപ്പൊ നമ്മുടെ ഇവിടെ ടാക്സ് അടച്ചില്ലെങ്കിൽ ഗവൺമെന്റിന് റൈറ്റ് ഉണ്ട് നമ്മുടെ ബാങ്കിൽ എന്തെങ്കിലും കാശാണെങ്കിൽ അത് വെച്ചെടുക്കാനുള്ള. ഫുൾ റൈറ്റ്. ലൈക്ക് ഇപ്പൊ മറ്റേ ഞാൻ വീടിനും മോർഗേജ് വെക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ലൈക്ക് ഓരോ വർഷം ടാക്സ് ഫയൽ ചെയ്യണമല്ലോ. അപ്പൊ ആ ടാക്സിന്റെ ഡോക്യുമെന്റ് നമ്മൾ കാണിക്കും. അപ്പൊ അതിനകത്ത് CRAക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അത് അടച്ചു തീർക്കാണ്ട് ബാങ്ക് ലോൺ തരത്തില്ല. കാരണം ലൈക്ക് ഇൻ കേസ് എന്തെങ്കിലും സംഭവിക്കുകയാണ് ഭാവിയിൽ, ലൈക്ക് ഇവൻ ഈ പറയുന്ന പൈസ അടച്ചില്ല, അപ്പൊ CRAക്ക് ഇവന്റെ ലൈക്ക് ഫുൾ സാധനം എടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി അവർ എടുക്കാൻ പോകുന്ന ആ വീട് അവർ എടുത്തോണ്ട് പറ്റും. അപ്പൊ ഈവൻ ദോ ലൈക്ക് ബാങ്ക് ആണ് അതിന്റെ ഫസ്റ്റ് മോർഗേജർ ആയിട്ട് അവിടെ ഇരിക്കുന്നതെങ്കിലും അവരെക്കാളും പൊക്കത്താണ് ഈ CRAയുടെ റൈറ്റ് ഇരിക്കുന്നത്. അപ്പം ടാക്സ് ഒന്നും അടച്ചില്ലെങ്കിൽ അമ്മമാർക്ക് എടുക്കാനുള്ള റൈറ്റും ഉണ്ട് അവിടെ. അപ്പൊ എപ്പോഴും എല്ലാരും കുറെ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഒരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ. ഇപ്പോഴേ ഞങ്ങൾ ഇവിടെ നിൽക്കണോണ്ട് കാനഡയുടെ നിയമങ്ങൾ കുറെ അറിയാം. ഇവിടെ എങ്ങനെ വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ ലോക്കാണ്. ലോക്കായി കഴിഞ്ഞാൽ ഇവിടെ മാത്രമല്ല ഇവിടുന്ന് പക്ഷെ കുറെ പേര് ഇവൻ ഈ ഓസ്ട്രേലിയ സ്ഥലത്തേക്കൊക്കെ മൂവി ഉണ്ടായില്ല. ഇതൊക്കെ തന്നെ ആയിരിക്കും വ്യത്യാസം. അപ്പൊ ഒരാളുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ പുള്ളി മൂവി കണ്ട മെയിൻ കാരണം വെതറ. അറ്റ്ലീസ്റ്റ് വെതറെങ്കിലും രീതിയിലാ പോണേ. ഈ നാട്ടിൽ പോയി എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞൂടാ. അതുകൊണ്ട് പുള്ളി അങ്ങടേക്ക് പോയി. നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് ആണ് അവിടെ. മറ്റേ കപ്പയാണേലും വെച്ച് കുറച്ചാണ് വീടിന് പുറത്ത്. ഇവിടെ അതുപോലും നടക്കൂല. അപ്പൊ അതാണ് റിവേഴ്സിന്റെ പ്രശ്നം. പിന്നെ ഇതിനിടയിൽ ഇപ്പൊ കുറെ പേര് വർക്ക് പെർമിറ്റിന്ന് അല്ലെ PR അപ്ലൈ ചെയ്തിട്ട് അതിന്റെ തുമ്പത്ത് നിന്ന് പോയവരുണ്ട് കുറെ പേര്. PR കിട്ടും കിട്ടൂല എന്ന് പറഞ്ഞാൽ ഞാൻ പോയപ്പോ എനിക്ക് കിട്ടിയ കുറെ കിട്ടാതെ കുറെ പേര് പോയി. ലാസ്റ്റ് നിമിഷം ഇവിടെ ഈ കമ്പനി വഴിക്ക് PR കിട്ടില്ല, അപ്പോഴേക്കും വർക്ക് പെർമിറ്റ് തീർന്നുണ്ടാവും. അങ്ങനെ അറിയാവുന്ന എത്ര പേരുണ്ട്. അപ്പൊ ഇതാണ് ഓരോ നാട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ ശരിക്കും ഇങ്ങോട്ട് വരായിരിക്കാം അല്ലെ. അത് പക്ഷെ നമ്മളൊരു നമ്മുടെ അങ്ങനെ പറയാനും പറ്റത്തില്ല. എല്ലാവർക്കും ഇപ്പൊ ഞാൻ നാട്ടിൽ ഇപ്പൊ നമ്മുടെ കൂട്ടുകാരെല്ലാം വിളിക്കുമ്പോ നമ്മള് പറയുമല്ലോ, എടാ എങ്ങനെയുണ്ട് കാനഡയില്, എടാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഫുൾ നെഗറ്റീവ് ആണല്ലോ. സത്യാവസ്ഥ തന്നെയാണ്. പക്ഷെ ഉറപ്പായിട്ടും ലൈക്ക് എന്തോ ഓൺ ദ അതർ സൈഡ് ലൈക്ക് അതെ എല്ലാം നോക്കിയും കണ്ടു എല്ലാം പഠിച്ചിട്ട് വേണം വരാൻ എന്നുള്ളൊരു കാര്യം. രണ്ട് സൈഡിൽ ഇപ്പൊ അതിപ്പോ ഇവിടെ മാത്രമല്ല എല്ലാ കൺട്രി അങ്ങനെ തന്നെ. അതായത് കാരണം നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് പറിച്ച് വേറൊരു രാജ്യത്തോട്ട് നമ്മളെ കൊണ്ട് വെക്കുക, ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുക. ആരും സപ്പോർട്ട് ചെയ്യാനില്ല, അപ്പനില്ല അമ്മയില്ല, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്യാൻ സൈഡിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ട്. ഇതൊന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും മെയിൻ ഒരു പാട്ട് എന്ന് പറയുമ്പോ കൺവേർഷനാ കറൻസിയുടെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ 2 ലക്ഷം രൂപ കൊണ്ടുവന്നു ഇവിടെ എന്തുണ്ട് ഒന്നുമില്ല ഇവിടെ. 2 ലക്ഷം രൂപ 2 മാസത്തെ ബില്ല് പോലും കറണ്ട് ചെലവ് പോലും നടക്കില്ല. സിമ്പിൾ കേസ്. അതായത് ഇവിടെ ലൈക്ക് $61 $61
ലൈക്ക് നാട്ടിൽ 60-61 രൂപയാണ് ഇവിടുത്തെ $1. അപ്പൊ ലൈക്ക് ഇവിടെ നമ്മളൊരു കഷ്ടപ്പെട്ട് നമ്മളൊരു നോർമൽ ഒരു 9 to 5 വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടാക്കുന്ന ജോബ് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു $1,500 ഉണ്ടാക്കും. 1,500. അപ്പൊ ഒരു മാസത്തിലാണെങ്കിൽ ഒരു $3,000. അതായത് നാട്ടിലത്തെ 1 ലക്ഷം രൂപയാണ് ഈ പറഞ്ഞ 1.25 ലക്ഷം രൂപയാണ് ഈ പറഞ്ഞ 3,000 എന്ന് പറഞ്ഞ ഒരു മാസം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. നാട്ടിൽ പറയുമ്പോ എന്താ അവന് മാസം 1 ലക്ഷം 1.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ട് എന്ന് പറയാൻ നിന്ന്. പക്ഷെ അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 3,000 കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് അവൻ റെന്റിനായിരിക്കും ലൈക്ക് മോർഗേജ് ഒക്കെ വിട്ടുകളാ. ഒരു സാധാരണക്കാരൻ റെന്റിനാണ് താമസിക്കുന്നതെങ്കിൽ ആ 3,000-ന്ന് ഒരു $500 തൊട്ട് $800 വരെ റെന്റിന് പോകും. പിന്നെ ഈ പറഞ്ഞ ഒരു 400 തൊട്ട് 500 രൂപ വരെ അവന് ഗ്രോസറിക്ക് ലൈക്ക് തിന്നണ്ടേ ലൈക്ക് അതിന് പോകും. പിന്നെ ലൈക്ക് ഒരു $200 റേഞ്ചിൽ ഇൻഷുറൻസിന് പോകും. പിന്നെ വണ്ടിക്ക് അടവുണ്ടായിരിക്കും. പിന്നെ ബാക്കിയുള്ള അല്ലറ ചില്ലറ എല്ലാം കഴിഞ്ഞിട്ട് ഒന്നുമില്ല അവന്റെ കയ്യിൽ. അതിന് വേറെ പണി എടുക്കണം. ലൈക്ക് ഈ ഒറ്റ ജോലി കൊണ്ടൊന്നും നാട്ടിൽ വയ്ക്കാൻ പറ്റത്തൊന്നുമില്ല. അതിന് വേറെ സെപ്പറേറ്റ് പണി എടുക്കണം. ഈ 40 മണിക്കൂറൊന്നും പണിയെടുത്തിട്ട് കാര്യമൊന്നുമില്ല ആഴ്ചയിൽ. അപ്പൊ അതാണ്. അപ്പൊ എല്ലാരും ഇവിടെ 2 ജോലി 3 ജോലിയൊക്കെ ചെയ്യണേ, എന്നിട്ടാണ് ഒന്ന് മീറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ 3 ജോലി 2 ജോലി ചെയ്ത പ്രശ്നം എന്താ? ടാക്സ് കൂടുതൽ അടയ്ക്കണം. അതാണ് ഈ ഇമിഗ്രേറ്റ് നമ്മളൊരു സ്ഥലത്തേക്ക് വരുമ്പോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഞങ്ങളിപ്പോ ചിലപ്പോ ഒരു തമാശ രീതിയിൽ നിങ്ങളുടെ പറയണ്ടോ, ബട്ട് ഇതിനകത്ത് കൊറേ കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഉൾഭാഗങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്യണം. അതല്ലാണ്ട് കാര്യം ഇപ്പോ കാനഡക്ക് വരാണെങ്കിൽ ഇപ്പൊ ഇവൻ ദുബായിലേക്ക് പോകാനാണെങ്കിലും അവിടെ ഇപ്പൊ പറയുമ്പോ ടാക്സ് കുറവാണ് സംഭവം. പക്ഷെ അവിടെയും എന്തെങ്കിലും കഷ്ടപ്പാട് സംഭവം എല്ലായിടത്തും ഓരോ റിസ്ക് ഉണ്ട്. അപ്പൊ അതൊന്ന് ഫിഗർ ഔട്ട് ചെയ്തൊരു സ്ഥലത്തേക്ക് പോവാം. യെസ്, അതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. ലൈക്ക് ഇപ്പൊ പറഞ്ഞു കൊടുക്കാനായിട്ടാണേലും അതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ കാനഡ അടിപൊളി കൺട്രിയാണ്. ഒന്നും പറയാനില്ല. അതായത് നമ്മുടെ എല്ലാ ലൈഫ് ചേഞ്ച് ആയത് ഇവിടെ വന്നിട്ടാണ്. 100% അതെ. ലൈക്ക് എന്തൊക്കെ നാട്ടിൽ നിന്നിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല. ഒരുപാട് പഠിച്ചു റിസ്ക് എടുക്കുക എന്നുള്ളത് സാധനം ലൈക്ക് ഇവിടെ വന്നിട്ട് പഠിച്ച. അതെ. നാട്ടിലാണെങ്കിൽ ഞാൻ എടുക്കൂലായിരുന്നു. ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് ജീവിക്കാന്നുള്ള ഇത് കിട്ടും. സത്യം. ലൈക്ക് നാട്ടിൽ തന്നെ അങ്ങനെയാണ്. നമുക്ക് ഇവിടെ ഒന്നും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ സൈക്കിളിൽ തന്നെ നിന്നു. അതിന് മേളിലേക്ക് ചെല്ലുമ്പോ അതിനുള്ള ബെനിഫിറ്റ് ഉണ്ട്. ബട്ട് സെയിം ടൈം നമുക്ക് ഇതേപോലത്തെ കഷ്ടപ്പാടുകളും വരും. സത്യം. എനിക്ക് ഞാൻ ഇപ്പൊ തിരിച്ച് നാട്ടിൽ പോയാൽ ഉറപ്പായിട്ടും ജീവിക്കാൻ പറ്റും. 100% കിട്ടില്ല. ഉറപ്പായിട്ടും അന്ന് കാരണം നാട്ടിലത്തെ ആൾക്കാർ ഈ പറയുന്ന പണിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്നിട്ട് പാത്രം കഴുകുന്നു ഇതൊക്കെ പറഞ്ഞ് കൊച്ചാക്കും. പക്ഷെ ഇതെല്ലാം പണിയൊക്കെ തന്നെയാ. ഈ പണിയൊന്നും അവിടെ ചെയ്യത്തില്ല. പക്ഷെ ഇപ്പൊ അവിടെ പോയാൽ ചെയ്യൂ. 100% ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ആ ഒരു മനക്കെട്ടി ഇവിടെ വന്നിട്ടുണ്ടായതാ. അത് പുറത്ത് വന്ന് പഠിച്ചതിന്റെ ഒക്കെ ഒരു ഗുണമാണോ എന്ന് ചോദിച്ചാൽ 100% അത് അതും ഞാൻ പ്രൊമോട്ട് ചെയ്യും. കാരണം വെച്ചാൽ പുറത്ത് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയി കുറച്ച് നാൾ നിൽക്കണം. എന്നാലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും നാട് അടിപൊളിയാണ്, സമ്മതിച്ചു. പക്ഷെ ഓൺ ദ അതർ സൈഡ് എന്താ പറയാ, നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ എക്സ്പോഷർ നമ്മൾ പുറത്ത് വരുമ്പോഴത്തേക്ക് പഠിക്കാൻ പറ്റും. അത് പറഞ്ഞ് നമ്മുടെ ഈ ടോപ്പിക്ക് അങ്ങോട്ട് നിർത്തിക്കളയാം. ആയിക്കോട്ടെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷനെ പറ്റി നമ്മുടെ കഷ്ടപ്പാട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാര്യം ഇത് ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചു തന്നെ നോക്കി കണ്ടൊക്കെ ചെയ്താൽ മതി, ഒരു വിഷയമില്ല. അനുഭവിച്ച അത് എക്സ്പീരിയൻസ് അത് നമ്മുടെ ലൈഫിൽ എപ്പോഴും വേണ്ട ഒരു സാധനം. അതില്ലെങ്കിൽ നമുക്ക് ലൈഫിൽ സ്ഥലത്ത് എത്താൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനും. അതെ. അപ്പൊ ആ ഒരു ഗുഡ് നോട്ടിൽ നമുക്ക് ഈ എപ്പിസോഡ് നിർത്താം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോ വിൽ കം ബാക്ക് അഗൈൻ. വീണ്ടും വരും. അടുത്ത ദിവസം വരും. ഞങ്ങൾ എല്ലാ ആഴ്ച ഇടാനുള്ള പരിപാടിയാണ്. അപ്പൊ see you on the next episode. Signing off from OSP.